ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. ഡ്രാമയുടെ വൺ ലൈൻ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പണക്കാരനായിട്ടുള്ള പയ്യനാണ് നമ്മുടെ ഹീറോ. അവനാണെങ്കിൽ മൂക്കത്തായിരുന്നു ദേഷ്യം. പക്ഷേ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഹീറോയിൻ. അവളാണെങ്കിൽ ഒരു പാവപ്പെട്ട ഫാമിലിയിലുള്ളൊരു പെൺകുട്ടിയാണ്. മാത്രമല്ല ഭയങ്കര പാവമാണ്. ഹീറോയുടെ അച്ഛൻ കുറച്ച് ദിവസത്തേക്ക് ഹീറോയിനെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ അവൾ വന്നതിന് ശേഷം അവൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നതും അവസാനം അവർ പ്രണയത്തിലാകുന്നതുമായിട്ടുള്ളൊരു അടിപൊളി കഥയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ്റെ പേര് പീറ്റർ എന്നാണ് കേട്ടോ. അവനാണെങ്കിൽ അവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമോ എൻ്റെ അമ്മ മരണപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ബൈക്ക് കൊടുത്ത് സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ, അവളുടെ പേര് ഹാൻ എന്നാണ് കേട്ടോ. അവളാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നടന്നു വരുന്ന സമയത്ത് തന്നെ ഇവൻ ഓവർ സ്പീഡിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവളുടെ മേലേക്ക് ഇടിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അവളെ മേലേക്ക് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ നേരെ റോഡിലേക്ക് പോയി വീഴുന്നുണ്ട്. ഹാൻ ഉടനെ ഓടിപ്പോയിട്ട് പീറ്ററിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. നിനക്കെന്തായിട്ട് കണ്ണില്ലേ? ഞാനിപ്പോൾ ബ്രേക്ക് ചവിട്ടാതിരുന്നെങ്കിൽ നീ പരലോകത്ത് പോയി ഇരുന്നേനെ. നീ ആരാ ആലോചിച്ചിട്ടുണ്ടാടി ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളുടെ കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റിയിരിക്കുന്നത് ഹാൻ കാണുന്നുണ്ട്. അവളുടനെ ഒരു കർച്ചീഫ് എടുത്തത് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാനിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് രണ്ട് സൈഡ് നോക്കി നടന്നത്. നീയാണ് ഓവർ സ്പീഡിൽ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ബൈക്ക് എടുത്തിട്ട് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാവോ നീ ഇത്ര സ്പീഡിലാണ് പോകുന്നതെന്നുള്ള ചോദിക്കുമ്പോൾ ഈ കിളവിമാരെ പോലെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ബൈക്ക് എടുത്ത് പോകാൻ നിൽക്കുന്ന സമയം പറയുന്നുണ്ട്, എൻ്റെ ബൈക്കിന് എന്തോ ഭാഗ്യമൊന്നും സംഭവിച്ചില്ല, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ ബൈക്ക് എടുത്തിട്ട് ഫുൾ സ്പീഡിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. ഇവൻ്റെ സ്കൂളിൽ ഇപ്പോൾ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്ര സ്പീഡിൽ അച്ഛനോട് ദേഷ്യപ്പെട്ടതിൻ്റെ പ്രശ്നമുള്ളിലുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇത്ര സ്പീഡിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും സ്കൂളിൽ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എടാ നിനക്ക് കൈ വയ്യല്ലോ, അപ്പോൾ പിന്നെ നീ മത്സരിക്കാനായിട്ട് വരണ്ടെന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര സ്പീഡിൽ ഇവിടെ വന്നത്, എനിക്ക് പങ്കെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ ആ കർച്ചീഫ് അതെടുത്തെങ്കിലും കള, എന്തിനാണ് നീ അത് കയ്യിൽ കെട്ടിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ, എടാ അത് അത്ര പെട്ടെന്നൊന്നും കളയാനായിട്ട് പറ്റത്തില്ല, ഞാൻ ഇന്ന് ടൂർണമെൻറ്റിൽ തോക്കുവാണെങ്കിൽ അതിനൊക്കെയും കാരണക്കാരി അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതെൻ്റെ കൂടെ ഉണ്ടായേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ ടൂർണമെൻറ്റിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ടൂർണമെൻറ്റ് കാണാനായിട്ട് ഹാനിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവനും ഇവിടെ ഒരു സ്കൂളിലായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ടൂർണമെൻ്റ് എല്ലാം കഴിയുന്നുകൊണ്ട് പീറ്റർ വിജയിക്കുന്നുണ്ടായിരുന്നു. ഹാൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ മനഃപൂർവ്വം പീറ്റർ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അവളുടെ മേലേക്ക് ബോൾ എടുത്തെറിയുന്നുണ്ട്. എന്നിട്ട് നേരെ അവളുടെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട്, ഓ അപ്പോൾ നീ ഞാനും ഒരു സ്കൂളിലാണല്ലേ പഠിക്കുന്നത്, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ നിന്നെ ഇവിടെ വെച്ച് കാണാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞാനും ഒട്ടും പ്രതീക്ഷയില്ല, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ സ്കൂളിലാണ് പഠിക്കാനായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. ഉടനെ ഇവന് ദേഷ്യം വന്നിട്ട് നീ ആ ബോളിങ് തരാനായിട്ട് പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുമുണ്ട്. സാരമില്ല, നമ്മളിനി അങ്ങോട്ടൊരു സ്കൂളിലല്ലേ പഠിക്കുന്നത്, അപ്പം ഞാൻ അങ്ങ് പോകെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പീറ്റർ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൾക്ക് ദേഷ്യം വന്നിട്ട് അവൻ്റെ മേലേക്ക് ആ ബോൾ വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹാൻ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ അമ്മ പെട്ടെന്ന് തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അയ്യോ എനിക്ക് വേറെ ആരും ഇല്ലല്ലോ, എൻ്റെ അമ്മ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും, എനിക്ക് വേറെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇതേ സമയം ഇവിടെ പീറ്റർ ആണെങ്കിൽ അവൻ്റെ വീട്ടിലെ ജോലിക്കാരി അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവനത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതെന്തുമാതിരി ഈ ഫുഡ് ഇരിക്കുന്നത്, എനിക്ക് വായിൽ വെക്കാനേ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് നിൽക്കുമ്പോൾ, അതെന്ത് ചെയ്യാനാണ് സാർ, ഇവിടെ വരുന്ന എല്ലാ ജോലിക്കാരികളെയും നിങ്ങൾ തന്നെയല്ലേ ഫുഡ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ദേഷ്യപ്പെട്ട് വഴക്ക് പറയുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഒന്ന് സഹിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാവരും ജോലി കളഞ്ഞു പോയി. എനിക്കാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലല്ലേ വെക്കാനായിട്ട് പറ്റുള്ളൂ, ഞാൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം പീറ്ററിൻ്റെ അടുത്തേക്ക് അവൻ്റെ അച്ഛൻ വന്ന് പറയുന്നുണ്ട്, നാളെ ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ നിനക്ക് പഠിപ്പിക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് ഓഫീസിൽ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് നിങ്ങളുടെ പണമോ ഓഫീസ് കാര്യങ്ങളോ ഒന്നും വേണ്ട, കുറച്ച് സമയം നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ, അത് മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് എന്തോ ഒരു അർജൻറ്റ് കാര്യമുണ്ട്, എവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നേരെ പോകുന്നത് ഹാനിൻ്റെ അമ്മ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് ഹാനിൻ്റെ അച്ഛൻ്റെ പഴയൊരു ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഉടനെ ഹാൻ ചോദിക്കുന്നുണ്ട്, അയ്യോ അങ്കിൾ, എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. അതിനുശേഷം ഇതുവരെയും അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും അമ്മ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ടിരുന്ന് കരയുകയും ചെയ്യും. അങ്കിളിൻ്റെ കയ്യിലെങ്ങാനും അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി അമ്മയ്ക്കെങ്ങാനും വിഷമമാകുമെന്ന് വിചാരിച്ചിട്ട് അവൾ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം ഹാനിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത്, നിനക്കും നിൻ്റെ മകൾക്കും എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചൂടെ, നിങ്ങൾക്ക് യാതൊരു രീതിയിലെ ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവില്ല, ഇപ്പോഴത്തെ കഷ്ടപ്പാടിൽ നിന്ന് കുറച്ച് ദിവസത്തെങ്കിലും വന്ന് നിൽക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവരതിന് യാതൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അന്നേരം ഹാന് ആ അങ്കിളിന്, അതായത് നമ്മുടെ പീറ്ററിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് കോഫിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇയാൾക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ നല്ലൊരു മോളാണ് കേട്ടോ, എനിക്കും ഉണ്ടൊരു മോൻ, നിൻ്റെ അതേ പ്രായം തന്നെ അവനും, പക്ഷെ ഭയങ്കര ദേഷ്യക്കാരനാണ്.
എപ്പോഴെങ്കിലും മോക്ക് ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം പീറ്റർ ആണെങ്കിൽ അച്ഛൻ എവിടേക്കാണ് പോയതെന്ന് അറിയാനായിട്ട് അയാളെ ഫോളോ ചെയ്ത് സെയിം ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അച്ഛനെ കാണുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റ് ആണെന്നും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് പിറ്റേ ദിവസം ഹാനറി സ്കൂളിലേക്ക് വരുമ്പോൾ അവൾക്ക് അവളുടെ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, എടി ഞാനിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, അമ്മ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്നൊന്ന് റിക്കവറായി വന്നാൽ മതിയായിരുന്നു പറയുമ്പോൾ പീറ്റർ ഇവളെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴും മനഃപൂർവ്വം ഇവളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ബോൾ അവളുടെ മേലേക്ക് എറിയുന്നുണ്ട്. ഇവളുടെ ഫ്രണ്ടിന് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എന്തിനാടാ എപ്പോൾ നോക്കിയാൽ ഇവളുടെ മേലേക്ക് ഇങ്ങനെ ബോൾ എടുത്ത് എറിയെന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ സാരമില്ല അവൻ അറിയാതില്ലെന്ന് പറഞ്ഞിട്ട് അവളൊന്നും പറയാതെ ആ ബോൾ തിരികെ കൊടുക്കുന്നുണ്ടായിരുന്നു. പീറ്റർ ആണെങ്കിൽ ഇവൾക്കിത് എന്ത് പറ്റി, അല്ലെങ്കിൽ എപ്പോഴും എന്നോട് ദേഷ്യപ്പെടാനാണോ വരുന്നത്? പക്ഷേ ഹാനിനിപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പീറ്ററിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവളിങ്ങനെ എവിടെ പോയിരുന്നാലും ഇവളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് അവൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട്, എടാ ഞാൻ ആ പെൺകുട്ടി സ്കൂളിൽ വന്ന സമയം മുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, നീ എപ്പം നോക്കിയാൽ എന്താടാ അവളുടെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കാനായിട്ട് നോക്കുന്നത്? അത് മാത്രമല്ല ഇപ്പം നീ അവളിങ്ങനെ നോക്കി ഇരിക്കാറുമുണ്ട്. അവളോടെന്താ നിനക്ക് വല്ല ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമോ നീ ഒന്നും മിണ്ടാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങനൊരു പെൺകുട്ടിയെ ഇത്രയും സമയം നോക്കിയിരിക്കണമെങ്കിൽ അവളോട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞ് ഫ്രണ്ടിനോട് പറയുന്നുണ്ടായിരുന്നു. അവസാനം അതും പറഞ്ഞിട്ട് ആ ഫ്രണ്ട് ഇവനുമായിട്ട് അടിപിടി കൂടുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഫ്രണ്ട് ഇതിനെ കോംപ്രമൈസ് ചെയ്ത് വിടുന്നുമുണ്ട്. ഇപ്പം നമ്മുടെ ഹാനിൻ്റെ അമ്മയ്ക്ക് ബോൺ ക്യാൻസറാണ്. എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ പീറ്ററിൻ്റെ അച്ഛൻ അവളോട് പറയുന്നുണ്ട്, നീ നിൻ്റെ മകളും എൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കുക. എനിക്കറിയാം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല, ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞിട്ട് മാക്സിമം അവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഹാനാണെങ്കിൽ അവളുടെ അമ്മയുടെ അസുഖം അറിഞ്ഞിട്ട് ആകെ സങ്കടത്തിലിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ പണം എവിടെ നിന്ന് കണ്ടെത്തും, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആര് വരുമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് പീറ്റർ നടന്നു വരുന്നുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോൾ അവളാണെങ്കിൽ ഇവിടെ മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി എന്നെ കാണാഞ്ഞിട്ടായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവളുടെ ഫ്രണ്ടിലൂടെ വെറുതെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൾ ഇവനെ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇവനാണെങ്കിൽ കയ്യിലിരുന്ന ബോളെടുത്ത് എപ്പോഴും അറിയാറുള്ളത് പോലെ അവളുടെ മേലേക്ക് എറിയുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട്, നിനക്കെന്താടാ എന്നെ കാണുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെയാണ് തോന്നുന്നത്, എപ്പോൾ നോക്കിയാൽ എന്തിനിങ്ങനെ ബോളെടുത്ത് എറിയുന്നത്? ഒന്നുമില്ല, അത് പിന്നെ നിനക്ക് ഈ ബാസ്ക്കറ്റ് ബോളൊക്കെ അറിയാമോ എന്ന് ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തതാ, എനിക്കിപ്പം മനസ്സിലായി നിനക്ക് ഈ ബോൾ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പോലും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ കളിയാക്കുമ്പോൾ ഇപ്പം ശരിയാക്കി തരാം, നീ ആരാടാ ഇങ്ങനെ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ബോൾ എടുത്തുകൊണ്ട് പോയി എനിക്കിതെല്ലാം അറിയാമെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. അവളെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ബോൾ എറിയാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കാണുമ്പോൾ പീറ്റർ വന്ന് ഇവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ തവണ പറഞ്ഞു കൊടുത്തിട്ട് അവളത് പഠിക്കുന്നുമുണ്ട്. അപ്പം തന്നെ രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഒരു ചെറിയൊരു ഇഷ്ടമല്ല എന്നാലും എന്തോ ഒരു ഫീൽ തോന്നുന്നുണ്ടായിരുന്നു. അവരങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് പീറ്ററിനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ പേര് പ്രിയ എന്നാണ് കേട്ടോ. അവളത് കാണുന്നുണ്ട്. അവൾക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാര്യം പ്രിയയ്ക്ക് ഇവനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം പീറ്റർ നേരെ വീട്ടിൽ വരുന്ന ടൈമിൽ ഇവൻ്റെ വീട്ടിലൊരു വേലക്കാരി ഉണ്ടല്ലോ, ആ പെണ്ണാണെങ്കിൽ വീടൊക്കെ തുടയ്ക്കുന്നത് പറഞ്ഞിട്ട് ഒരു ലോഡ് വെള്ളം ആ ഹോളിൽ ഫുള്ള് എടുത്ത് ഒഴിച്ചിട്ട് തുടച്ചോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പീറ്റർ ഇതൊന്നും ശ്രദ്ധിക്കാതെ കയറി വരുന്നതുകൊണ്ട് തന്നെ അവൻ വീഴുന്നുമുണ്ട്. ആ ജോലിക്കാരിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അയ്യോ സാർ സോറി, അത് ഞാൻ സാർ ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല, പ്ലീസ് എൻ്റെ ജോലി കളയരുത്, ഞാൻ കാല് പിടിക്കാമെന്ന് പറഞ്ഞ് കരയാനായിട്ട് നിൽക്കുമ്പോൾ നീ നിന്നെ കാല് പിടിക്കുന്നത് ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ ബേബി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് പീറ്ററിൻ്റെ ഈ മാറ്റം വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പീറ്ററിന് എന്തൊക്കെയോ ചെറിയൊരു ഇളക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹാനിൻ്റെ അവസ്ഥ അതുപോലെ തന്നെയാണ്. രാത്രി ഇരുന്നിട്ട് പീറ്ററിനെ പറ്റി ആലോചിക്കുമ്പോൾ അവൻ ഞാൻ വിചാരിച്ച പോലെ അത്ര മോശമായിട്ടുള്ള ചെറുപ്പക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ പീറ്ററിൻ്റെ അച്ഛനാണെങ്കിൽ ഹാനിനെയും ഹാനിൻ്റെ അമ്മയും നേരെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോഴായിരുന്നു ഹാൻ അറിയുന്നത് പീറ്റർ ഇയാളുടെ മകനാണെന്നുള്ള കാര്യം. ഇയാൾ വന്ന ഉടനെ പീറ്റർ ഇതാണ് നിൻ്റെ പുതിയ അമ്മ, പിന്നെ നീ നിൽക്കുന്നില്ലേ ഇവളിതിൻ്റെ അനിയത്തിയാണെന്ന് പറയുന്നുണ്ട്. ഇവനിത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പോൾ ഇവരുമായിട്ട് അഫെയർ വെച്ചതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചതും അവരെ മരണത്തിലേക്ക് തള്ളി വിട്ടതുമല്ലേ? കൊള്ളാം, ഇവരെയൊക്കെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? നാണമില്ലേ ഇവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട്? എന്തായാലും ഈ മോളും ഈ തള്ളയും കൂടെ നിങ്ങളുടെ പുറകെ നടക്കുന്നത് നിങ്ങളുടെ പണം കണ്ടിട്ട് തന്നെയാണ്. അങ്ങനെ ഇവരെക്കുറിച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് പീറ്റർ പിന്നെയും നീയും ഈ തള്ളയെ പോലെ തന്നെയായിരിക്കും അല്ലേ, കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ കെട്ടിയ ഭർത്താവിനെ ഇട്ട് കളഞ്ഞിട്ട് പണക്കാരൻ നോക്കി പോകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ ഇയാൾ പീറ്ററിന് ഒരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. അതോടെ പീറ്ററിനാകെ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. ഹാൻ ഉടനെ പറയുന്നുണ്ട്, അങ്കിൾ നമ്മളിവിടേക്ക് വരുന്ന കാര്യം മുന്നേ പീറ്ററിനോട് എന്താ പറയാതിരുന്നത്? അതുകൊണ്ടല്ലേ അവന് പെട്ടെന്ന് ദേഷ്യം വന്നത്. മുന്നേ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ അവന് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലായിരുന്നു പറയുമ്പോൾ നീ നിൻ്റെ മകളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്. എൻ്റെ മോനെ നീ കണ്ടില്ലേ,
1,000 തവണ പറഞ്ഞിട്ടുണ്ട് ആരോട് എന്ത് പറയണമെന്നുള്ളത്. മുതിർന്നവരെ ബഹുമാനിക്കാൻ എൻ്റെ മോൻ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഹാനിൻ്റെ അമ്മ പറയുന്നുണ്ട്, ദേ നോക്കിയേ, അതിന് നിങ്ങളുടെ മകനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കുറച്ച് സമയമെങ്കിലും മകന് വേണ്ടി മാറ്റി വെക്കണം, അല്ലാതാണെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറയുന്നുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഹാൻ കൊടുത്ത കർച്ചീഫില്ലേ, അത് പീറ്റർ ആണെങ്കിൽ നിധി പോലെയായിരുന്നു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരൊറ്റ പ്രശ്നത്തിന് ശേഷം അവൻ അത് തറയിലിട്ട് ചവിട്ടി ഞെരിച്ചിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. അന്നേരം അവിടേക്ക് ആ ജോലിക്കാരി പെൺകുട്ടിയാണെങ്കിൽ അവന് ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. അവൾക്കാകെ പേടിയായിരുന്നു. എൻ്റെ ദൈവമേ, വെറുതെ പോയാൽ പോലും ഇയാൾ എന്നെ കൊല്ലാക്കൊല ചെയ്യും, ഇനി ഇതുമായിട്ട് പോകുമ്പോൾ എന്താണാവോ പറയുന്നത് പറഞ്ഞ് പേടിച്ച് പോകുന്നുണ്ടായിരുന്നു. ആ സാർ, ഞാൻ ജ്യൂസുമായിട്ട് വന്നാന്ന് പറയുമ്പോൾ, നീ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടതാണല്ലോ. ആ കണ്ടു, സാറിന് പുതിയൊരു അമ്മയെ കിട്ടിയതല്ലേ, സുന്ദരി ആ ആൻറ്റി. അത് മാത്രമല്ല അവരുടെ മകളെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് ചോദിക്കുമ്പോൾ നീ വാ അടയ്ക്കുന്നുണ്ടോ? ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. അവരിവിടെ വന്നതിന് ശേഷം ഈ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് എല്ലാം നീ ശ്രദ്ധിച്ചു നിന്നിട്ട് എന്നോട് വന്ന് പറയണം. ഇപ്പം നീ പോയിട്ട് അവരെന്തൊക്കെയാണെന്നും ഏതൊക്കെ റൂമിലാണ് താമസിക്കുന്നുള്ളത് പോയി ചോദിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അവൾ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പീറ്ററിൻ്റെ അമ്മയും ഹാനിൻ്റെ അമ്മയും കൂടെ ഒരു റൂമിലേക്ക് പോകുന്നതായിരുന്നു കാണുന്നത്. പീറ്ററിൻ്റെ അച്ഛനും ഹാനിൻ്റെ അമ്മയും ഒരു റൂമിലേക്ക് പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. ഉടനെ അവൾക്ക്, ഇതെങ്ങനെ ഞാൻ പീറ്ററിനോട് പോയി പറയും? ഞാനിവിടെ വന്നതിന് ശേഷം പീറ്ററിൻ്റെ അമ്മ പോലും ഇയാളുടെ കൂടെ കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ വന്ന് കയറി അവർ ഒരുമിച്ചാണ് കിടക്കുന്നതെന്ന്. വേണ്ട, ഇപ്പം എന്തായാലും അയാളോട് പറയാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് തന്നെ പീറ്റർ അത് കാണുന്നുണ്ടായിരുന്നു. അതുകൂടെ കാണുമ്പോൾ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ആകുന്നുണ്ട്. രാവിലെ ഹാൻ്റെ അമ്മയും പീറ്ററിൻ്റെ അച്ഛനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, മോള് ആ പാർട്ട് ടൈം ജോബിൽ പോകാൻ തന്നെയാണോ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ, അതേ അങ്കിൾ, ഇപ്പം തന്നെ അങ്കിൾ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ ബില്ലെല്ലാം അങ്കിളല്ലേ കൊടുത്തത്. ഇനിയും ഒരാളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് എന്തോ തോന്നുന്നില്ല. അതുകൊണ്ട് ജോലിക്ക് പോകണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പീറ്ററിൻ്റെ അച്ഛനില്ലേ, അയാൾ ആ ജോലിക്കാരോട് ചോദിക്കുന്നുണ്ട്, അതെ പീറ്റർ ഫുഡെങ്ങാനും കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഓ ഇപ്പോഴെങ്കിലും എന്നെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചല്ലോ, അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ, നീ കഴിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് ഫുഡ് മാറ്റി വെക്കണമല്ലോ, അല്ലെങ്കിൽ ഇവർ തന്നെ എല്ലാം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചാന്ന് പറയുമ്പോൾ, ഇന്നലെ വന്ന് ഇവരോട് നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമുണ്ടോ? നാശങ്ങൾ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനേ താല്പര്യമില്ല. അതിനിടയിൽ കൂടെ ഇവറ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുകൊണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവരെക്കുറിച്ച് പിന്നെയും പറഞ്ഞിട്ട് ഇവർ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് ഉണ്ടല്ലോ അതിനെ വന്നിട്ട് ഡൈനിങ് ടേബിളിലേക്ക് തട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഹാനിന് ശരിക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പീറ്റർ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിന് എല്ലാവരെയും കോൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഞാൻ പറയുന്ന കഫേയിലേക്ക് വരണം, ഇന്ന് എല്ലാവർക്കും എൻ്റെ വക ട്രീറ്റാന്ന് പറഞ്ഞിട്ട് ഹാൻ വർക്ക് ചെയ്യുന്ന പുതിയ കഫേയിൽ അവിടേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ആകെ പേടി തോന്നുന്നുണ്ട്, ഇനി ഇവൻ ഇവിടെ വന്നിട്ട് എന്താണാവോ കാണിക്കുന്ന അറിയാതെ. എന്തായാലും വന്ന കസ്റ്റമറിനോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണമല്ലോ. സാർ, നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, നിന്നെയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഉടനെ അവൾ, ഇവിടെ കേക്കും കോഫീസും മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം, ഇല്ലാന്നാണെങ്കിൽ വേറെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സാധനം എടുക്കാനായിട്ട് പറഞ്ഞിട്ട് പീറ്ററിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഈ പ്രിയയിലെ, അതായത് പീറ്ററിനോട് ചെറിയൊരു ഇഷ്ടമുള്ള അവൻ്റെ ഫ്രണ്ട് പ്രിയ, എടാ ശരിക്കും നീ എന്തിനാണ് ഞങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് ട്രീറ്റ് നടത്താൻ വേണ്ടിയിട്ടാണോ അതോ നിനക്ക് ഇവളെ കാണാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുമ്പോൾ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, എനിക്ക് അവളെ കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഇവിടെ ഹാനാണെങ്കിൽ പേടിച്ചിട്ടായിരുന്നു ഇവർക്ക് ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പീറ്റർ ശരിക്കും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവൻ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കേൾക്ക് പറയുന്നുണ്ട്, ഇവളുണ്ടല്ലോ, ഇവളുടെ അമ്മ എൻ്റെ അച്ഛൻ്റെ പുതിയ കാമുകിയ, ഒരു നാണവും മാനവും ഇല്ലാതെ ഇവളുടെ അമ്മയും ഇവളും ഇപ്പം എൻ്റെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നത്. നീയും എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഒരു പണക്കാരൻ ചെക്കനെ പോയി പ്രേമിച്ചിട്ട് അവൻ്റെ വീട്ടിൽ പോയി താമസിക്ക്, നിൻ്റെ അമ്മയുടെ അതേ കാര്യം തന്നെ നീയും ചെയ്യുന്ന പറഞ്ഞിട്ട് എല്ലാവരും കേൾക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ആ കഫേയുടെ ഓണറിനോട് പറയുന്നുണ്ടായിരുന്നു, ഇവളെപ്പോലുള്ള മാനം കെട്ടവരുടെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കട പോലും പൂട്ടി പോകുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഉടനെ ആ ഓണർക്ക് പേടി തോന്നിയിട്ട്, ദേവി ഇത് നീ ഇനി ഇവിടെ ജോലിക്ക് വരരുത്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഹാനിൻ്റെ ജോലി നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഞാനിനി എന്ത് ചെയ്യും, ഒരു രീതിയിൽ രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ഇവിടെ പീറ്ററിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിൽക്കുന്ന സമയം പീറ്ററിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ നീ എന്തിനാ ഞങ്ങളെയും കൂട്ടിയിട്ട് ഇവിടേക്ക് വന്നത്? അവളുടെ ജോലി കളയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹമല്ലേ? ഇതൊന്നും ശരിയാവുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയ ഉടനെ പറയുന്നുണ്ട്, നീ എന്തിനാ അവനെ വഴക്ക് പറയുന്നത്? അവൻ പറയുന്നതിന് കാര്യമില്ലേ? അവളുടെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ്? അതിനെപ്പറ്റി വല്ലതും അറിയാവോ? അവളും അവളുടെ അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് പറഞ്ഞിട്ട് പീറ്ററിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ഉടനെ പീറ്ററിൻ്റെ മറ്റേ ഫ്രണ്ട്, എടാ അച്ഛൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിൽ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കാരണം നീ അത് ഹാനോടൊന്ന് സംസാരിച്ച് നോക്ക്, അല്ലാതെ നീ വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടാന്ന് പറയുമ്പോൾ നീ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവന് പിന്നെയും ഹാനിനോടും ഹാൻ്റെ അമ്മയോടും ഭയങ്കര ഒരു ദേഷ്യം വരുന്നുണ്ടായിരുന്നു. രാത്രി ഹാൻ വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്ത് പീറ്റർ നേരെ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നിന്നെ കാണുമ്പോൾ ഞാൻ പേടിക്കുമെന്നാണ് നീ വിചാരിച്ചത്, അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഈ ഒരു ജോലി പോയെങ്കിൽ വേറൊരു ജോലി ഞാൻ എത്രയും പെട്ടെന്ന് എന്നെ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട്
നിൽക്കുന്ന സമയം ഇവൻ ഇവളുടെ അടുത്തേക്ക് പോയിട്ട് ഉമ്മ വെക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. നിനക്ക് നാണമില്ലേ? നിൻ്റെ അമ്മയെ പോലെ ഞാനും ഒരു പെൺകുട്ടിയല്ലേ, എന്നിട്ട് നീ എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പം ഞാൻ നിന്നെ വിടുക, പക്ഷേ എപ്പോഴെങ്കിലും നീ എൻ്റെ കൈവെള്ളയിൽ വരും, അന്ന് ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. പീറ്ററിൻ്റെ അച്ഛനാണെങ്കിൽ എപ്പം നോക്കിയാലും ഓഫീസിലെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്ക് അങ്ങനെ അധികം വരാറ് കൂടി ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വരുന്ന സമയത്താണെങ്കിലോ പീറ്ററിൻ്റെ അമ്മയായിട്ട് എപ്പോഴും വഴക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പീറ്ററിൻ്റെ അമ്മ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനാ ഇത്രയും അധികം ഓഫീസിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടിരിക്കുന്നത്? വീട്ടിൽ വന്ന് എൻ്റെ ഒപ്പോ എൻ്റെ മോൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എപ്പോൾ നോക്കിയാലും അവളുടെ കാര്യമായിരിക്കും അല്ലേ നിങ്ങൾ ആലോചിച്ച് നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഒരു മോനായി അവൻ ഇത്രയും വലുതായി, എന്നിട്ടും നിങ്ങൾ എന്തിനാ അവളെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ച കാര്യം കറക്റ്റായിട്ട് പീറ്റർ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അമ്മ സംസാരിച്ച ആ പെൺകുട്ടി ഹാനിൻ്റെ അമ്മയാണെന്നുള്ള കാര്യം ഇവൻ ഉറപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവൻ്റെ അമ്മ മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് അവൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയവും ഇവൻ്റെ അച്ഛൻ എന്തോ ബിസിനസ് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷമായിരുന്നു അയാൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ആലോചിക്കുന്നവർ പീറ്ററിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഹാനിൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടത് കാരണം വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്ത് പീറ്ററിൻ്റെ ബൈക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് കാണുമ്പോൾ തന്നെ, എൻ്റെ ദൈവമേ, ഈ നാശം വീട്ടിലുണ്ടായിരുന്നോ? ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരാനായിട്ട് നിൽക്കുന്നത് പറഞ്ഞ് ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് പീറ്ററിൻ്റെ അച്ഛൻ വരുന്നുണ്ടായിരുന്നു. മോളെന്താ അവൻ്റെ ബൈക്ക് കണ്ടിട്ട് പേടിച്ച് നിൽക്കുവാണോ? അതൊന്നും പേടിക്കേണ്ട മോളെ, അവൻ എന്തെങ്കിലും തന്നെ ചെയ്യുവാണെങ്കിൽ അത് അങ്കിളിനോട് പറഞ്ഞാൽ മതി, അങ്കിൾ പറഞ്ഞ് ശരിയാക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് പീറ്റർ കാണുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ പീറ്ററിൻ്റെ അച്ഛൻ ഈ സമയത്തൊന്നും വീട്ടിലേക്ക് വരാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹാനിൻ്റെ അമ്മയും വന്നതിന് ശേഷം ഇയാൾ ഇത്ര പെട്ടെന്ന് വരുന്നതൊക്കെ കണ്ടിട്ട് അവന് ദേഷ്യം ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. ഹാൻ നേരെ വീട്ടിലേക്ക് കയറിപ്പോയിട്ട് അവളുടെ അമ്മ അടുക്കള ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മേ, ഞാനിന്ന് നേരത്തെ വന്നു. അമ്മ ഇന്നിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെടുന്നത് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചൂടുവെള്ളം എങ്ങാണ്ട് ഇവളിങ്ങനെ കയ്യിലെടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന പീറ്റർ ആണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോൾ അവളുടെ മേലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ആ വെള്ളം നേരെ അവളുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട്, നീ ഇതെന്തേ കാണിക്കുന്നത് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആഹാ, എൻ്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ ചോദ്യം ചെയ്യാറായോടി എന്ന് പറഞ്ഞിട്ട് നേരെ അവനാണെങ്കിൽ അവളുടെ അമ്മയുടെ ദേഹത്തും ഇങ്ങനെ ബോൾ എടുത്തെറിയാനായിട്ട് വരുന്ന സമയത്ത്, എൻ്റെ അമ്മ എന്ന് ചെയ്യരുത്, ഒന്ന് നിർത്തുന്നുണ്ടോന്ന്, ഞാൻ എന്ത് ചെയ്തിട്ടാ എൻ്റെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവിടേക്ക് പീറ്ററിൻ്റെ അച്ഛൻ വന്നിട്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇതൊക്കെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്, നീ എന്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടെന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഇവിടെ വെറുതെ ബോൾ ക്യാച്ച് പിടിക്കാനായിട്ടാണ് ഇട്ട് കൊടുത്തെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതേ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ജോലിക്കാരിയാണെങ്കിൽ, ഇല്ല സാർ, പീറ്റർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്, അവൻ മനഃപൂർവ്വം ഇവരിങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഒറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഈ നാശം പിടിച്ച തള്ളയും മോളയും ഇവിടുന്ന് പറഞ്ഞു വിടാതെ എനിക്കിനി ഒരു സമാധാനം ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് നാണമില്ലേ? ഈ നാണം കെട്ടവളെയും ഇവളുടെ തള്ളി ഇവിടെ പിടിച്ച് നിർത്താനായിട്ട്. ഇത് നോക്കിയേ, നിങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതുപോലെ പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്ന് ഇവൻ അടിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അടിക്ക്, ഇനി അതും കൂടെ എന്തിനെങ്ങനെ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹാനിൻ്റെ അമ്മ പറയുന്നുണ്ട്, വിട്ടേക്ക്, വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പറയുമ്പോൾ അയാൾ പിന്നെ അടിക്കുന്നുണ്ടായിരുന്നില്ല. ഓഹോ, ഇത്രയും നാളായിട്ട് എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇന്നലെ കയറി വന്ന ഈ നാശം പിടിച്ചവൾ പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് അറിയല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹാനിനാണെങ്കിൽ അവളുടെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ ആരോട് പറയണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അവളുടെ അമ്മയ്ക്ക് എത്രയും പെട്ടെന്നൊരു സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവളെ കൊണ്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, അതിന് ഒരുപാട് കാശ് വേണ്ടി വരും. ഇപ്പോൾ അത്രയും കാശൊന്നും ഇവളുടെ കയ്യിൽ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു പീറ്ററിൻ്റെ അച്ഛൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു മടിയും കാണിക്കാതെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പീറ്ററിന് അത് ഇഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ടും അവൾക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണമെന്നുണ്ട്. അമ്മയുടെ കാര്യം ചിന്തിക്കുമ്പോൾ അവൾക്ക് അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും അവളാകെ സങ്കടപ്പെട്ട് തകർന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പീറ്റർ ആണെങ്കിൽ അവൻ്റെ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു സങ്കടം വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മ മരിക്കാനായിട്ട് അയാൾ കാത്തിരിക്കുമായിരുന്നു, അയാളുടെ കാമുകിയും മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് താമസിപ്പിക്കാനായിട്ട്. പക്ഷേ ഞാനിതൊരിക്കലും സഹിക്കത്തില്ല. അങ്ങനെ അവനും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹാനിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അന്നേരം ഈ ജോലിക്കാർ വന്ന് ഹാനോട് പറയുന്നുണ്ട്, മോളെ ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആണോ? ഇന്ന് പീറ്ററിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ, ഓഹോ കൊള്ളാം, 2 ശത്രുക്കളുടെയും ബർത്ത്ഡേ ഒരു ദിവസം, നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ഹാനിൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ ഇന്ന് പീറ്ററിൻ്റെ ബർത്ത്ഡേ അല്ലേ, അങ്ങനെയാണെങ്കിൽ നീ അവന് വേണ്ടിയിട്ട് ഒരു കേക്ക് റെഡിയാക്കി കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നമ്മേ, ഈ വീട്ടിലിട്ട് എന്നെ നിങ്ങളെ പറയുന്ന ഓരോ വാക്കുകളും കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളും കാണുന്നതല്ലേ, എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അമ്മ നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇവൾ പോകുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് പീറ്ററിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്. അവൾ അങ്ങോട്ടൊന്നും സംസാരിക്കാതെ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹാൻ ഒരു കാര്യം പറയാനായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ത് കാര്യം? പീറ്ററിനെ കുറിച്ചായിരിക്കുമല്ലേ? എനിക്ക് അവനെക്കുറിച്ച് ഒന്നും കേൾക്കണ്ട. അവൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എന്നോട് നല്ല ദേഷ്യം കാണുമെന്ന് അറിയാമെന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമല്ല, ഞാൻ പുതിയൊരു കഫേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ
അവിടെ വന്ന് ജോലി ചെയ്യാമെന്ന് പറയുമ്പോൾ, ഓ ഇതൊക്കെ അവൻ പറഞ്ഞ പ്ലാനുകളായിരിക്കും, അവിടെ ഇട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ എന്നെ കഷ്ടപ്പെടുത്തണമെന്നായിരിക്കും നിങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കെന്ന് പറയുമ്പോൾ, നീ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വിസിറ്റിംഗ് കാർഡ് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൾ ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പീറ്ററിന് വേണ്ടിയിട്ട് ഹാനാണെങ്കിൽ കഷ്ടപ്പെട്ട് കേക്കൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഈ ജോലിക്കാരി വന്ന് ചോദിക്കുന്നുണ്ട്, നീ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, അവനോട് നിനക്ക് എന്തോ ചെറിയ ഇഷ്ടമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ, അവനെപ്പോലൊരു പിശാചിനെ സ്നേഹിക്കാനായിട്ട് എൻ്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെയും കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പീറ്ററിന് ഗിഫ്റ്റുമായിട്ട് പ്രിയ വരുന്നുണ്ട്. ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മേടിച്ചതാ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ, ഇങ്ങനെ ആവശ്യമില്ലാത്ത ഗിഫ്റ്റൊന്നും മേടിച്ച് വരണ്ടായില്ലായിരുന്നു, ഞാൻ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല, അത് മാത്രമല്ല ഇത് എല്ലാ ദിവസത്തെയും പോലെ ഒരു സാധാരണ ദിവസമെന്ന് പറയുന്നുണ്ട്. ഇവിടെ പ്രിയയെ പീറ്ററിൻ്റെ ഒരു ഫ്രണ്ട് ചെക്കനില്ലേ, അതായത് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് പോകുന്നത് പറഞ്ഞ് ആ പയ്യന് ഇഷ്ടമാണ് കേട്ടോ. പ്രിയയ്ക്കും അവനോട് ഇഷ്ടമുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തോ പീറ്ററിനെ കാണുമ്പോഴത്തേക്കും പ്രിയയ്ക്ക് എന്തോ ഒരു ഇടക്കമുള്ളത് പോലെ ഇവന് തോന്നിയിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, നീ പീറ്ററിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് പീറ്റർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അക്സെപ്റ്റ് ചെയ്യാതെ അവൻ എന്തായാലും അറിയാം ഞാൻ അവനോട് കാണിക്കുന്ന സ്നേഹം ഇത് തന്നെയാണുള്ളതെന്ന് പറയുമ്പോൾ, നീ വെറുതെ ആവശ്യമില്ലാത്തത് കാട് കയറി ചിന്തിക്കാതെ അവസാനം ഈ കാര്യം പറഞ്ഞ് നീ തന്നെ ഇരുന്ന് കരയേണ്ടത് ഞാൻ കാണേണ്ടി വരുമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. പ്രിയയ്ക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം പീറ്റർ അന്ന് രാത്രി നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹാൻ ഇവന് വേണ്ടിയിട്ടുണ്ടാക്കിയ കേക്കുമായിട്ട് അതിൽ ക്യാൻഡിലും കത്തിച്ചിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, എന്തിനാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്, ക്യാൻഡിൽ ഊതി അണക്കി എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെ ക്യാൻഡിൽ ഊതി അണയ്ക്കുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് എല്ലാവരും കൂടെ ലൈറ്റ് ഇടുന്നുണ്ട്. നോക്കുമ്പോൾ ഹാനിൻ്റെ അമ്മയും പീറ്ററിൻ്റെ അച്ഛനും ആ ജോലിക്കാരിയില്ലേ, അവളുടെ പേര് നമുക്ക് ലില്ലി എന്ന് വെക്കാം കേട്ടോ, അങ്ങനെ അവളും ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ പീറ്ററിന് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും താൻ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അച്ഛൻ അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ചെയിനായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ സെയിം ചെയിന് ഹാനിൻ്റെ കഴുത്തിലും കിടക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇവന് നല്ല ദേഷ്യം വന്നിട്ട്, ഈ കേക്ക് നീ ഉണ്ടാക്കിയതാണെന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നീ തന്നെ ആദ്യം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ വായിലേക്ക് ഇങ്ങനെ കുത്തി തള്ളി കയറ്റുന്നുണ്ടായിരുന്നു. ഇതിനപ്പുറം പിന്നെ ഹാനൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നീ ഇത്രയും നാൾ ചെയ്തതെല്ലാം ഞാൻ സഹിച്ച് നിന്നിട്ടേ ഉള്ളൂ, പക്ഷേ ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കാണ്, അതുകൊണ്ട് നീ തന്നെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കേക്ക് അവൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അവനെ കൊണ്ട് തീറ്റിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടുപേരും കൂടെ അടികൂടുന്ന സമയത്ത് പീറ്റർ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ കാണിക്കാൻ നിങ്ങൾ കാണുന്നില്ലേ, എന്നിട്ട് നിങ്ങൾ അവളെ ഒന്നും പറയുന്നില്ലേ, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എന്നെ എല്ലാവരും കൂടെ ചാടി കടിക്കാനായിട്ട് വരുമല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, ഹാനിൻ്റെ അമ്മ പെട്ടെന്ന് പേടിച്ചിട്ട്, പ്ലീസ് നീ ദയവ് ഇത് ഇങ്ങനെയൊന്നും പറയരുത്, എന്നെ നീ എന്ത് വേണേലും പറഞ്ഞു, പക്ഷേ എൻ്റെ മോളെ നീ ഒന്നും പറയരുതെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഹാനിൻ്റെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഉടനെ അവൻ്റെ അച്ഛൻ അവനെ തടഞ്ഞു നിർത്തിയിട്ട്, നീ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എത്രയോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഇതെൻ്റെ കാമികയൊന്നും അല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്കാനായിട്ട് പറയുമ്പോൾ മതി, ഇനി നിങ്ങൾ എന്തൊക്കെ നുണ പറയാനായിട്ട് വന്നിരുന്നാലും ഞാനതൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല, ഇതുപോലൊരു കള്ളിയെയും അതിനെക്കാട്ടിലും പെരും കള്ളിയായ മോളെയും ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ പണം മാത്രമായിരിക്കും ഇവരുടെ ഉദ്ദേശം എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് പലതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെയും കറക്കിയെടുത്തത്, നിങ്ങളിതൊക്കെ വിശ്വസിക്കുമായിരിക്കും, പക്ഷേ ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനൊരു സ്റ്റെപ്പ് കയറി മേലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹാനാണെങ്കിൽ ഇതിനപ്പുറം ഒന്നും കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ഇവൻ്റെ പുറകെ കയറി പോയിട്ട് ഇവളിങ്ങനെ അവനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇവളുടെ കാല് പെട്ടെന്ന് സ്ലിപ്പായിട്ട് താഴേക്ക് വീഴാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പീറ്റർ അവളിങ്ങനെ പിടിച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ ഈ കൈ വിട്ട് കഴിഞ്ഞാൽ നീ താഴേക്ക് പോയിട്ട് തലയിടിച്ച് ഇപ്പം തന്നെ കാറ്റ് പോകുന്നതായിരിക്കും, ഞാൻ അങ്ങനെ വിടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടും പിടിക്കും അങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് ഇവളിങ്ങനെ അടുത്തിങ്ങനെ കാണുന്ന സമയത്ത് പീറ്ററിന് എന്തോ ഒരു ഫീല് തോന്നുന്നുണ്ടായിരുന്നു. അവൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് അവൻ അങ്ങനെ തോന്നിയിട്ട് പെട്ടെന്ന് അവളിങ്ങനെ പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. മതി, നിന്നെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ എനിക്കൊരു പിശാചിനെ പോലെ തോന്നുന്നത്, ഇതിനപ്പുറം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്. അന്നേരം ഹാൻ പറയുന്നുണ്ട്, അപ്പോൾ നിന്നെ കാണാൻ ഭയങ്കര സുന്ദരനാണെന്നാണല്ലോ എന്ന് വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഹാൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചത് ഞങ്ങൾ ഇഷ്ടം കൊണ്ടൊന്നുമല്ല, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ, എൻ്റെ അമ്മയ്ക്കൊരു അസുഖമുണ്ട്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലാതെ നിന്നിങ്ങനെ വിഷമിപ്പിക്കണമെന്നോ നിൻ്റെ സമാധാനം കളയണമെന്നോ ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ, മതി ഇനി എന്തൊക്കെ നുണ പറയാനായിട്ട് വന്നിരുന്നാലും ഞാനിതൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. നേരെ പോകുന്നത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കായിരുന്നു. അന്നേരം പീറ്ററിൻ്റെ ഫ്രണ്ട്സില്ലേ, അതായത് ആ ചെക്കന്മാർ, അവന്മാരാണെങ്കിൽ ഹാനിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേൾക്കുമ്പോൾ പീറ്ററിനാകെ ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ
ഇവരോട് മെക്കിട്ട് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതേ സമയം ഹാൻ എന്തോ സമാധാനം ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. ഇവിടേക്ക് വന്നിട്ട് അവൻ്റെ സമാധാനം നമ്മളായിട്ട് കളഞ്ഞല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഇല്ലേ അവളോട് ചോദിച്ചിട്ട് പീറ്ററിൻ്റെ നമ്പർ വാങ്ങിച്ച് നേരെ പീറ്ററിനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഉടനെ അവൾ മെസ്സേജ് അയച്ചിട്ട് നീ മനുഷ്യനാണെങ്കിൽ കോൾ എടുക്കാനായിട്ട് പറയുമ്പോൾ അവൻ കോൾ എടുക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളൊരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അന്നേരം പീറ്റർ നമുക്ക് ഇവിടെ ഒന്നും സംസാരിക്കണ്ട, വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ നേരെ ബൈക്കിൽ കെട്ടിട്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയി നിർത്തിയിട്ട് എന്താ നിനക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞത് അത് പറയാനായിട്ട് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, എനിക്ക് ആ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖമുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം സഹിച്ച് ആ വീട്ടിൽ നിൽക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഈ അസുഖങ്ങളൊക്കെ എപ്പോഴാണോ മാറുന്നത് ഞാൻ അപ്പം തന്നെ ആ വീട്ടിൽ വിട്ട് ഇറങ്ങി പൊക്കോളാം, അല്ലാതെ നിനക്ക് യാതൊരു പ്രോബ്ലവും ഞാനും എൻ്റെ അമ്മയും കാരണം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നായിരിക്കുമല്ലേ നീ പറയുന്നത്? ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാനൊരു പൊട്ടനായിരിക്കണം. അതുകൊണ്ട് വെറുതെ നീ നിൻ്റെ തള്ളയും കൂടെ എന്നെ പറ്റിക്കാനായിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് വല്ല ഓട്ടോയോ ബസ്സോ കിട്ടും, അത് പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ എൻ്റെ പാട് നോക്കി പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പോകുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇത്ര ലേറ്റായിട്ട് ഈ രാത്രി ഇനി ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പീറ്റർ നിൽക്ക്, ഞാനും കൂടെ വരുന്ന നീ ഒറ്റയ്ക്കായിട്ട് പോവില്ലെന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ടെങ്കിലും അവൻ മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ശരിക്കും നല്ല പേടി വരുന്നുണ്ടായിരുന്നു. അവൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകുന്ന അറിയാതെ അവൾ അവിടെ നിന്ന് ഓടുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ പീറ്ററിനെന്തോ മനസ്സ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തത് കൂടിപ്പോയി, അവൾ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഇങ്ങനെ വരണ്ടായിരുന്നു പറഞ്ഞിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അവളെ കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളുടെ ഫോൺ ഓഫായിരുന്നു. അപ്പം തന്നെ അവന് പേടി തന്നിട്ട് അവൻ നേരെ തിരികെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ നിന്ന സ്ഥലത്ത് അവളെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. ഇതേ ടൈമിൽ ഹാൻ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് കരയുന്നുണ്ട്. മോളിന് എന്തിനാ കരയുന്നത്, കാര്യം പറയുമ്പോൾ അമ്മ എനിക്ക് വയ്യ, ഇതിനപ്പുറം സഹിക്കാനായിട്ട് വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം ലില്ലി വന്നിട്ട് നീ പീറ്ററിൻ്റെ നമ്പർ മേടിച്ചിട്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അപ്പോൾ നീ അവനെ കാണാൻ വേണ്ടിയിട്ടല്ലേ പോയെന്ന് ചോദിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ തന്നെ എന്താണ് കാര്യം എന്നുള്ള എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു. ഇതേ സമയം പീറ്റർ ആണെങ്കിൽ ഹാൻ വീട്ടിലെത്തിയില്ലെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവൾ എത്തിയെന്ന് പറഞ്ഞിട്ട് ആദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ടുവന്ന അച്ഛനാണെങ്കിൽ ഇനി സഹിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എൻ്റെ മോൻ തന്നെയാണോ ഒരു പെൺകുട്ടിയെ ഇനി ഒറ്റയ്ക്ക് രാത്രി അവിടെ വിട്ടിട്ട് പോകാനായിട്ട് നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് യാതൊന്നും പറ്റിയില്ലല്ലോ, ഒന്നും പറ്റാതെ വീട്ടിൽ തന്നെ വന്നു ചേർന്നല്ലോ, പിന്നെ എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഹാനിൻ്റെ അമ്മയാണെങ്കിൽ നീ എന്തിൻ്റെ പേരിൽ എൻ്റെ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇതിനെ ശല്യം ചെയ്യാനായിട്ടല്ലേ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണോ എൻ്റെ അമ്മ പോയെന്ന് പറഞ്ഞിട്ട് അവരെ മെക്കിട്ട് കയറേണ്ടി വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടെ അവനെ ഏകദേശമൊക്കെ പറഞ്ഞ് നിർത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഹാനിൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാണ്ട് തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും പേടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പീറ്ററിനാണെങ്കിൽ ഇവർക്ക് ഇത്ര പെട്ടെന്ന് വയ്യാണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ പോയ പുറകെ തന്നെ പീറ്ററും പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഇവരുടെ സിറ്റുവേഷൻ ഇച്ചിരി മോശമാണ്, നമുക്കെന്തായാലും കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ പീറ്ററിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. അവളുടെ അമ്മയ്ക്ക് എന്തോ ഒരു അസുഖം ഉണ്ടെന്നും താൻ ഇപ്പോൾ അവരോട് ഈ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്ത സമയത്തൊക്കെ പീറ്റർ ഹാനിൻ്റെ അമ്മയെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു. വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ നിങ്ങൾ തിരികെ ജീവിതത്തിലേക്ക് വരണം, അതിന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹാനിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനായിട്ട് കാരണം പീറ്റർ ആണെന്ന് കരുതിയിട്ട് അവളാണെങ്കിൽ അവനോട് സംസാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവനത് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. സ്കൂളിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടും അവൾ അവനെ മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പീറ്ററിൻ്റെ ഫ്രണ്ട്സിനിടയിൽ ഇതിനെപ്പറ്റി ചെറിയ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പീറ്റർ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ സങ്കടപ്പെട്ട് നടക്കേണ്ട എന്ത് കാര്യമുള്ളതെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് പ്രിയയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഹാൻ്റെ ഫ്രണ്ട് ഇവളോട് പറയുന്നുണ്ട് എടി അവനെ കണ്ട് അവൻ്റെ മുഖത്ത് നോക്കി നല്ല 4 വർത്തമാനം പറയാനുള്ളതിന് നീ എന്തിനാ അവനെ കാണുമ്പോൾ ഒളിച്ച് നടക്കുന്നത്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാനുണ്ടായിരുന്നു. എന്തിനാടി വെറുതെ, ഇപ്പം ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല, പഠിക്കാനായിട്ട് വരുന്നതേ ഉള്ളൂ. എൻ്റെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കൊന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ അവിടേക്ക് പീറ്ററിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ പീറ്റിനെ കുറിച്ചായിരിക്കും അല്ലേ പറയാനായിട്ട് വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഒന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അല്ല ഞാൻ അവനെക്കുറിച്ചൊന്നും പറയാനായിട്ട് വന്നതല്ല, ഞാൻ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് നീ ജോലിക്ക് വരുന്ന കാര്യം എന്തായി, അതിലെന്തെങ്കിലും തീരുമാനം എടുത്തെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും പറ്റത്തില്ല, നീ നിൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ഒരു സഹവാസം എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ തന്നെ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട് എടി പോ, ഈ ഒരു സാഹചര്യത്തിൽ നിനക്ക് ആ ജോലി കിട്ടുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഹാനിന് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് നല്ല സീരിയസ് ആണെന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനെന്നും പറഞ്ഞിട്ടായിരുന്നു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പീറ്റിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇവൻ നോക്കുമ്പോൾ ഇവൻ എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നേരെ അവരുടെ പുറകെ പോകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ഹാനിൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായിരുന്നു. അവൾ അവിടേക്ക് പോയിട്ട് അമ്മ നിങ്ങൾ എന്നെ വിട്ട് പോരെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്ന സമയത്ത്
ഹാനിൻ്റെ അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് കിടന്ന സമയത്ത് തന്നെ പീറ്ററിൻ്റെ അച്ഛൻ വരുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞാനിനി എത്ര സമയം കൂടി ജീവിച്ചിരിക്കുന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ മരിക്കുന്നതിന് മുന്നേ എൻ്റെ മോളോട് എനിക്ക് പറയണം അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. നമ്മൾ രണ്ടുപേരും ചെയ്ത കാര്യത്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് രണ്ടുപേർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇന്ന് കരയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹാനിനോട് ഹാനിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോയിരുന്നാലും നീ അനാഥയായിട്ട് ജീവിക്കരുത്. നീ ഇപ്പം എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ താമസിക്കണം. ഈ അങ്കിളിനെ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ നീ കണ്ടാൽ മതി. ഞാൻ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു കയ്യിലേക്ക് തന്നെയാണ് കൊടുത്തിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവർ മരിച്ചു പോകുന്നുണ്ടായിരുന്നു. ഹാനിനാണെങ്കിൽ ഇത് വിശ്വസിക്കാനേ പറ്റാതെ അവൾ അവിടെ കിടന്ന് അലറി വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. പക്ഷെ പീറ്ററിനായിരുന്നില്ല ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുണ്ടായിരുന്നത്. താൻ കാരണമാണ് ഇപ്പോൾ അവർ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് സങ്കടത്തോടെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഹാൻ വന്ന് അവനോട് ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. നീ കാരണമാണ് ഞാനിപ്പോൾ ഒറ്റപ്പെട്ട് പോയത്, എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മ പോയെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് അവൻ്റെ ദേഹത്തൊക്കെ അടിച്ചടിച്ചിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പീറ്ററിനെ ഇവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ ഈ അവസ്ഥയിൽ കാണാനായിട്ട് അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ അവൻ അമ്മേനെ അടക്കിയ സ്ഥലത്തേക്ക് പോയിട്ട്, അമ്മ, ഞാൻ കാരണമാണ് ഇപ്പോൾ ഹാൻ ഈ അവസ്ഥ വന്നത്. എനിക്കറിയത്തില്ല ഇതിലെന്താ സത്യം എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും ഞാനെന്തിനാ ഒരു പ്രശ്നക്കാരനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഹാൻ്റെ അമ്മയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പീറ്റർ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പീറ്ററിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ എൻ്റെ മകൻ തന്നെയാണോടാ, ഒരു കൊലയാളിയാണ് ഇപ്പോൾ നീ അന്ന് ഈ വീട്ടിൽ കിടന്ന് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നെങ്കിൽ ഹാനിൻ്റെ അമ്മ ഇപ്പോൾ ജീവനോട് ഇരിക്കുമായിരുന്നു പറയുമ്പോൾ നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളുടെ കാമയ്ക്ക് മരിച്ചു പോയതിൻ്റെ വിഷമമായിരിക്കുമല്ലേ? ഞാനിന്ന് കണ്ടായിരുന്നു, എൻ്റെ അമ്മ മരിച്ച സമയത്ത് പോലും നിങ്ങളുടെ ആ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് പോലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കാമയ്ക്ക് മരിച്ച സമയത്ത് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അത് വെച്ച് തന്നെ അളക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി പറ, ഞാനാണോ നിങ്ങളാണോ തരം താഴ്ന്ന ആൾ? നിങ്ങൾ എന്നെ പറയുമെങ്കിൽ അതിന് 100 ഇരട്ടിയായിട്ട് എനിക്ക് നിങ്ങളെക്കുറിച്ചും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നീ എന്നെക്കുറിച്ച് എന്ത് പറയാനോടെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് അയാൾ പിന്നെ അവനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ദേ, എപ്പോഴായിരുന്നാലും നിങ്ങളുടെ കാമുകി മരിച്ചു പോകും, അത് ഇത്തിരി നേരത്തെ ആയിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി മേലിൽ ഇങ്ങനെ സംസാരിക്കരുത്. ഇത് ഞാൻ വെച്ച വീടാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പം ഈ വീട് വിട്ട് ഇറങ്ങിക്കോണമെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ താമസിക്കാനും വരുന്നില്ല. പിന്നെ നിങ്ങളുടെ കാമുകിയും അവളുടെ മോളോടുകൂടെ എനിക്ക് താമസിക്കാനായിട്ട് ഭയങ്കര കൊതിയായതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിന്നത്. ഞാൻ ഇറങ്ങി പോവുക, ഇനി ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വീട് വിട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഹാനിന് ശരിക്കും സങ്കടം വന്നിട്ട്, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയായി പോയത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ പീറ്റർ തിരികെ വീട്ടിലേക്ക് വരത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് അങ്കിൾ വന്ന് പറയുന്നുണ്ട്, മോളെ, നിൻ്റെ അമ്മ മരിച്ച സമയത്ത് നിന്നോട് എന്താ പറഞ്ഞത്? ഈ വീട് വിട്ട് ഒരിക്കലും പോകരുതെന്നും ഇവിടെ തന്നെ നിൽക്കണമെന്നല്ലേ? ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ നീ നിൽക്കണമെന്ന് പറയുമ്പോൾ ഹാനിന് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ പ്രിയയും പീറ്ററിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പീറ്ററിനെ കുറിച്ച് സംസാരിക്കുന്നത്. അവനിപ്പോൾ എവിടെയാണെന്നുള്ളത് ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. അന്നേരം പീറ്റർ പ്രിയയെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ എവിടെയാണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് അവിടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഫ്രണ്ട്സും പറയുന്നുണ്ട്, എടി, ഇത്രയും നേരം അവൻ എവിടെയാണെന്ന് അറിയാതെ ഞങ്ങളും വിഷമിച്ചതല്ലേ, വാ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, എന്നോട് മാത്രം ചെല്ലാനും അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവരോട് കള്ളം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രിയ തനിച്ച് പീറ്ററിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, എനിക്കാരുമില്ല, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ഇന്ന് അയാൾ എന്നോട് പറഞ്ഞെന്ന് പറയുമ്പോൾ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടാ, നീ വിഷമിക്കണ്ട, നിനക്ക് എന്തൊരാവശ്യം വന്നാലും ജീവിത അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഇതൊരു വീടുണ്ടെന്നും അവിടെ നിനക്ക് താമസിക്കാമെന്നും പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹാനാണെങ്കിൽ അവളുടെ അമ്മ അടക്കിയ സ്ഥലത്ത് വന്നിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്ന സമയത്ത് അവിടേക്ക് പീറ്റർ വരുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ ഇരുന്ന് കരയുന്ന കാണുമ്പോൾ അവളെ പോയി ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വരാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പീറ്ററിൻ്റെ അച്ഛൻ വന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്ന കാണുമ്പോൾ പിന്നെ അവിടേക്ക് അവന് പോകാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ കാണാതെ നേരെ അവൻ്റെ റൂമിലേക്ക് പോയിട്ട് അവൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഹാനിൻ്റെ ഒരു കർച്ചീഫും അന്ന് അച്ഛനും ഒരു ചെയിൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാവരുടെ മുന്നിൽ അത് വലിച്ചെറിഞ്ഞെങ്കിലും എല്ലാവരും പോയതിനു ശേഷം അത് അവനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അസിസ്റ്റൻ്റ് അവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, അവൻ പോയിട്ട് ഇന്ന് 2 ദിവസമായി, നമുക്ക് മോനെ തിരികെ കൂട്ടിക്കൊണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൻ ഇറങ്ങിപ്പോയതുപോലെ തിരിച്ച് വരാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലാതെ അവൻ ഇവിടേക്ക് വന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒരു സങ്കടമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതുകൂടെ കേൾക്കുമ്പോഴത്തേക്ക് പീറ്ററിന് അയാളെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്തായാലും അത് കേട്ടതോടത്തോടെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവരുടെ മുന്നിൽ പറയുന്നുണ്ടെങ്കിൽ പീറ്ററിൻ്റെ അച്ഛന് അവൻ ഇവിടെ നിന്ന് പോയതുകൊണ്ട് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവൻ്റെ സാധനങ്ങളൊന്നും തന്നെ ആ റൂമിൽ എങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ അവൻ എല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന് മനസ്സിലാക്കുമ്പോൾ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് അവനിപ്പോൾ എവിടെയാണെന്നുള്ള തിരക്കാനായിട്ട് ഇവൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും അരിച്ചു പറക്കിയിട്ടും പീറ്ററിനെ എങ്ങും കാണുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇയാൾ നേരെ, അതായത് പീറ്ററിൻ്റെ അച്ഛൻ നേരെ പീറ്ററിൻ്റെ അമ്മേനെ അടക്കിയ സ്ഥലത്ത് വന്ന് പറയുന്നുണ്ട്,
അവനിപ്പോൾ എവിടെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത്രയും വർഷവും ഒരു നല്ല അച്ഛനായിട്ട് ഇരിക്കാനായിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനി അവനെ ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നു. എന്തിനാണ് ആവശ്യമില്ലാതെ അവൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടുപുറയിൽ പീറ്റർ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ തൻ്റെ അച്ഛന് തന്നോട് ഇപ്പോഴും ഒരുപാട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛനോട് അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അടുത്ത് പിന്നെയും അയാൾ ഹാനിൻ്റെ അമ്മേനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതുകൂടെ കേൾക്കുമ്പോൾ തന്നെ അവന് പിന്നെയും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഹാനാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ ജോലി അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവൾ എവിടെയൊക്കെയാണ് പോകണതെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് പീറ്റർ ഇവളെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പീറ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ ആ കഫേയിൽ അവിടെ അതുവഴി ഇവളിങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ശരിക്കും അവിടെ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ഡയറക്റ്റായിട്ട് പോയി ചോദിക്കാനായിട്ട് ഒരു മടിയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് പീറ്ററിൻ്റെ ഫ്രണ്ട് ഇവിടെ കാണുന്നുണ്ട്. നീ എൻ്റെ എവിടെയും ചോദിക്കുമ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതുവഴി നടന്നു പോയതാ, ഇതാണ് നിൻ്റെ കഫേ എന്ന് പറഞ്ഞു ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതാ എൻ്റെ കഫ, ഒരു കാര്യം ചെയ്യും, നീ ഇതുവരെ വന്നതല്ലേ, എന്തായാലും കഫേയിലേക്ക് ഒന്ന് കയറിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർബന്ധിച്ച് നേരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പീറ്ററിൻ്റെ ഈ ഫ്രണ്ട് ചെക്കനും ഹാനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പീറ്റർ കാണുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇതിലെന്തോ ഒരു പന്തി കിട്ടണമെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് അവിടേക്ക് പ്രിയ വന്നിട്ട് ഹാനിനോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എടി, നീ കാരണോ പീറ്ററിൻ്റെ അച്ഛൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടി ആ വീട്ടിൽ വന്നിങ്ങനെ കയറി താമസിക്കുന്നത്? നാണമില്ലേ? പെണ്ണായാൽ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം. അതൊന്നും ഇല്ലാത്തവരോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നീ എന്തിനാ എവിടേക്ക് വന്നത്? ഇനി ഇവിടുത്തെ ജോലി എങ്ങനെയെങ്കിലും കിട്ടുമെന്നുള്ളത് കരുതിയിട്ടായിരിക്കും അല്ലേ? ഇത് നോക്കിയേ, മേലിൽ ഇവിടുത്തെ ജോലിയും കോപ്പെന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടുപോരെന്ന് പറയുമ്പോൾ ഹാനിന് നല്ല ദേഷ്യം വന്നിട്ട്, നീ ഇതൊക്കെ പറയാനായിട്ട് ആരാടി? ഈ ഷോപ്പിൻ്റെ ഓണറൊന്നും അല്ലല്ലോ. ഞാനിവിടെ ജോലി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടൊന്നും അല്ലേ വന്നത്. പക്ഷേ നാളെ മുതൽ എന്തായാലും ഞാൻ ഇവിടെ തന്നെ ജോലിക്ക് വന്നിരിക്കും. നിനക്ക് ചെയ്യാൻ പറ്റും, നീ ചെയ്യടി എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോട് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പീറ്ററിൻ്റെ 2 ഫ്രണ്ട്സില്ലേ ചെക്കന്മാർ, ഇവരോട് പ്രിയ പറയുന്നുണ്ട്, ഇനി ഇവിടെ പീറ്റർ നിൽക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനും പീറ്ററും വിദേശത്ത് പഠിക്കാനായിട്ട് പോകാനാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇവളെ സ്നേഹിക്കുന്ന ഈ പീറ്ററിൻ്റെ ഫ്രണ്ടില്ലേ, അവൻ്റെ പേര് നമുക്ക് അലനെന്ന് വെക്കാം കേട്ടോ. അവന് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോൾ. അവനാണെങ്കിൽ ഇവർ പോകുന്നതിന് മുന്നേ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പീറ്ററിനെ വിളിച്ചെടുത്തിട്ട് ആ ഫുഡെല്ലാം പീറ്ററിന് ഇവൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവന് നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹാൻ നേരെ അവളുടെ അമ്മേനെ അടക്കിയ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അവിടെ പീറ്റർ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. നീ എന്താണ് ഇവിടെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ, ഹേയ്, എൻ്റെ അമ്മയുടെ കളറേക്കാട്ടിലും നിൻ്റെ അമ്മയുടെ കളർ കാണാൻ കൊള്ളാമെന്ന് നോക്കാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് തിരിച്ച് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹാൻ ഇവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഹാനിൻ്റെ ഉദ്ദേശം ഇവൻ എങ്ങനെയെങ്കിലും തിരികെ വീട്ടിൽ കൊണ്ടുവരണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളുടെ അമ്മയോട് സംസാരിക്കുന്ന പോലെ ഇവൾ പറയുന്നുണ്ട്, അമ്മ പോയതിനു ശേഷം അമ്മ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അങ്കിൾ എന്നെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. അങ്കിളിൻ്റെ മകളെപ്പോലെ അഡോപ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എനിക്കതിനോട് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിലെന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് പീറ്ററിനോട് പറയുന്നുണ്ട്, എടാ, നിനക്ക് വേണമെങ്കിൽ നീ വീട്ടിലേക്ക് വാ. നിൻ്റെ അച്ഛൻ എന്നെ അഡോപ്റ്റ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ സ്വത്തിൻ്റെ പകുതി എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. പക്ഷേ എനിക്ക് ആ സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. അയാൾ എന്നെ അഡോപ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നീ വീട്ടിൽ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹാൻ എങ്ങനെയെങ്കിലും ഇതെങ്കിലും പറഞ്ഞ് ഇവനെ വീട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു. പക്ഷേ അപ്പോഴും ഹാൻ പറയുന്ന ഒന്നും തന്നെ പീറ്റർ കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും അങ്ങോട്ട് വിശ്വസിക്കുന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ പീറ്ററും പ്രിയയും നേരെ വിദേശത്ത് എന്തോ കാര്യത്തിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ തന്നെ ഈ ആലൻ പ്രിയയോട് പറയുന്നുണ്ട്, പ്രിയെ, നീ പോയതിനു ശേഷം നിനക്ക് എന്താവശ്യം വന്നാലും എന്നെ ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഞാനെന്തിനാ നിന്നെ വിളിക്കുന്നത്? പീറ്റർ എൻ്റെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ ഞാൻ നിന്നെ വിളിക്കുന്നത് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പ്രിയയും നമ്മുടെ പീറ്ററും വിദേശത്ത് വരുന്നുണ്ട്. അവരിപ്പോൾ ഒരുമിച്ചാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവളുടെ ഈ കോളേജിൽ നിന്ന് ഇവളെന്തോ വിദേശത്ത് ഒരാഴ്ചത്തേക്ക് എന്തോ പഠനത്തിന് ആവശ്യത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അതിവൾ വരുന്നത് നമ്മുടെ പീറ്റർ പഠിക്കുന്ന സെയിം യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പക്ഷേ ഇത് 2 പേർക്കും അറിയത്തുണ്ടായിരുന്നില്ല. ഇവിടേക്ക് വരുന്ന സമയത്ത് പ്രിയ ആദ്യം ഹാനെ കാണുന്നുണ്ട്. പക്ഷേ ഹാനെ കണ്ട കാര്യം ഇവൾ ആരോടും പറയുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അവൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നൈസായിട്ട് പീറ്ററിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു പീറ്റർ എങ്ങാനും ഇവളെ കാണുമെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഒരു ദിവസം ഇവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഇവൻ തന്നെ ഹാനിനെ കാണുന്നുണ്ടായിരുന്നു. അവളെ ഇവിടെ വെച്ച് കാണുമ്പോഴത്തേക്ക് അവനാകെ ഷോക്കായിരുന്നു. ഇവളെങ്ങനെ ഇവിടെ വന്നത്? അങ്ങനെ അത് നേരെ ഇവൻ വന്ന് പ്രിയോട് ചോദിക്കുന്നുണ്ട്, എടി, നീ അന്ന് ഹാനിനെ കണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്? എങ്കിൽ പിന്നെ ഇതെന്താ നീ എന്നോട് പറയാതിരുന്നത്? അവളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവളെ സ്നേഹം കൊണ്ട് പോയി കെട്ടിപ്പിടിക്കുന്നതായിരിക്കുമല്ലേ നീ വിചാരിച്ചത്? എനിക്ക് അവളെ കാണുന്നതേ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ പീറ്റർ, അത് ഞാൻ പറയാതിരുന്നത് നിനക്ക് വിഷമമാവുമെന്ന് വിചാരിച്ചിട്ടാ, അല്ലാതെ വേറൊന്നുമല്ല. ഇനി എങ്ങാനും നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ അപ്പം നിന്നോടൊന്നും പറയാതിരുന്ന് പറയുമ്പോൾ, ഇഷ്ടമാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്തതൊന്നും നീ വിചാരിച്ച് മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കണ്ട. ഞാൻ നിന്നെ എന്നും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ വേറൊരു
കാര്യങ്ങളും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ പ്രിയയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതിനപ്പുറം അവൾക്ക് സങ്കടവും വന്നിട്ട് നേരെ അലനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എടാ പീറ്റർ എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിടാന്ന് പറഞ്ഞ് സങ്കടം പറയുമ്പോൾ ശരിക്കും കുറേ നാളായല്ലോ പ്രിയ ഇവൻ കണ്ടിട്ട്, അതുകൊണ്ട് ഇവനെ കാണണമെന്നുള്ള ആഗ്രഹത്താൽ ഇവനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് പീറ്റർ വന്നിട്ട് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അലന് പിന്നെ അങ്ങോട്ടേക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം യൂണിവേഴ്സിറ്റിയിൽ വെച്ച് തന്നെ ഹാൻ യാദൃച്ഛികമായിട്ട് പീറ്ററിനെ കാണുന്നുണ്ടായിരുന്നു. എടാ നീ ഇവിടെയാണോ പഠിക്കുന്നത് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് പെട്ടെന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഹാൻ അവനെ വിടാൻ കൂട്ടാക്കാതെ നേരെ പുറകിൽ കൂടെ വന്നിട്ട് എടാ ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, നീ എന്താ ഞാൻ പറയുന്നത് കേൾക്കാതെ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാൻ നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഹാൻ്റെ കാല് സ്ലിപ്പായിട്ട് വീഴാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഉടനെ പീറ്റർ ചെന്ന് പിടിക്കുന്നുണ്ട്. എത്ര നേരമെന്ന് വെച്ചിട്ട് നിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് വിടാനായിട്ട് പറയുമ്പോൾ നീ പൊക്കോന്ന് പറഞ്ഞിട്ട് നേരെ താഴേക്ക് ഇടുന്നുണ്ടായിരുന്നു. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക, നിനക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? നിന്നോട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ്. എൻ്റെ അമ്മയോ ഞാനോ നിൻ്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ടല്ല ആ വീട്ടിലേക്ക് വന്നിട്ട്. എനിക്ക് കുറച്ച് കാശിന് ആവശ്യമായിരുന്നു. അതെൻ്റെ അമ്മയെ ചികിത്സിച്ച് ഭേദമാക്കണം എന്നുള്ള ഒറ്റ കാര്യത്തിലായിരുന്നു. അത് അങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത്. പക്ഷേ എൻ്റെ അമ്മയെ എനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അതിന് വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് പറഞ്ഞ ആ മനുഷ്യനെ ഞാനിപ്പോൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ പഠിക്കാനായിട്ട് നിൽക്കുന്നത്? നീ തിരികെ വീട്ടിലേക്ക് പോ. ഞാൻ പറയുന്നത് കേൾക്കുന്ന പറയുമ്പോൾ നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നോക്കിയേ, എനിക്ക് ഒരു രീതിയിലും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ടായിരുന്നു. അവസാനം എപ്പോഴും നടക്കാറുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇങ്ങനെ തർക്കിച്ച് പീറ്റർ ചില കണ്ടീഷൻസ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവർ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിക്കുന്നത് ഈ പ്രിയ കാണുമ്പോൾ തന്നെ ഇതെന്താ ഇവിടെ ഈ സംഭവിക്കുന്നത്? ഇവൻ്റെ പുറകെ നടക്കുന്ന ഞാനാ മണ്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് നീ വിചാരിക്കേണ്ട എനിക്ക് നിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നും നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളത്. അതിലൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കാനായിട്ടിരുന്ന ഫുഡിനെടുത്ത് അവളെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവിടെ നമ്മുടെ പീറ്ററിന് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല, അതായത് 2 ബോയ് ഫ്രണ്ട്സ്. അതിലൊരാളാണെങ്കിൽ ഈ അലൻ എവിടെ പോയി എന്നറിയാതെ അവന് കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എടാ നീ എവിടെ പോയി തലഞ്ഞ് നടക്കുക? ആ കാഫേ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നോക്കുന്നത്, നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ ടൈമിൽ നമ്മുടെ ഹാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവളാണെങ്കിൽ ഹാനിനെ കോൾ ചെയ്തിട്ട് വിദേശത്ത് പോയിരിക്കുകയാണല്ലോ, വരുമ്പോൾ നീ എനിക്ക് അതുകൊണ്ട് വരണം ഇതുകൊണ്ട് വരണം പറഞ്ഞ് ഒരു ലോഡ് ലിസ്റ്റ് ഇങ്ങനെ കൊടുത്ത് സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പീറ്ററിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഒരു ബോൾ ഇങ്ങനെ അടിച്ച് വിടുന്നുണ്ടായിരുന്നു. അത് നേരെ ഇവളുടെ മേലേക്ക് വീഴുന്നുണ്ട്. ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ തറയിൽ വീണിട്ട് ചിന്നി ചിതറുന്നുണ്ടായിരുന്നു. അയ്യോ എൻ്റെ ദൈവമേ, കാക്ക കൂട്ടുമ്പോൾ ഓരോ രൂപ ഞാൻ കൂട്ടിക്കൊണ്ടുണ്ടാക്കിയ ഫോണാണ്, ഈ ഫോൺ ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് ഇവൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ ചെക്കൻ നേരെ വന്നിട്ട് അയ്യോ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ പാർട്സൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. നീയും നിൻ്റെ ആ കൊലകാര ഫ്രണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ, പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ബോൾ എടുത്ത് അടിക്കുന്നത്, നിനക്ക് കണ്ടില്ലെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അയ്യോ സിസ്റ്റർ ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് മന്ദൻ്റെ അല്ലേ, അതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശില്ലെന്ന് പറയുമ്പോൾ കാശില്ലെന്നോ, എങ്ങനെയെങ്കിലും എനിക്ക് ഈ ഫോൺ ശരിയാക്കി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ 2 കൈയും പിടിച്ച് വലിച്ചോട് നേരെ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോണൊക്കെ ഇവൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അത് ഫോൺ റെഡിയാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട്, നീ എനിക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ 10 രൂപ, വീട്ടിലേക്ക് പോകാനും 10 രൂപ എന്ന് പറഞ്ഞിട്ട് ഇനി എൻ്റെ കയ്യിൽ നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവൾ നടന്ന് പോകുന്നുണ്ടായിരുന്നു. ഇന്ന് ആരെ കണി കണ്ടാണോ ഞാൻ എണീറ്റത്, ആകെപ്പാടുണ്ടായിരുന്നു 20 രൂപ, അതും പോയെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം മുഴുവനും പീറ്ററും ഹാനും ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോഴൊക്കെയും അവൾ അവനോട് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഇവളെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നീ ഇതെൻ്റെ ഈ കാണിക്കുന്നത്, എൻ്റെ ഫോട്ടോസ് എന്തിനാ നീ ഇങ്ങനെ എടുക്കുന്നത് ചോദിക്കുമ്പോൾ പിന്നെ നിൻ്റെ ഫോട്ടോസ് ഞാൻ എടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എടുത്തിച്ച് കാണാനല്ലേ എന്ന് പറഞ്ഞിട്ട് ആ എടുത്ത ഫോട്ടോസ് എല്ലാം അവൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോകുമ്പോൾ ഹാൻ അവിടെ ഒരു കീ ചെയിൻ കാണുന്നുണ്ടായിരുന്നു. അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എന്ത് രസം അത് കാണാനെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവളുടെ വിചാരം ഇനി ഇവനെങ്ങാനും മേടിച്ചു കൊടുത്താലോ എന്നായിരുന്നു. പക്ഷെ അവനത് മൈൻഡ് പോലും ചെയ്യാതെ നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഭംഗിയുള്ളൊരു ഇല എടുത്തിട്ട് അവൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ആ ഫ്രെയിമിൽ വരാൻ വേണ്ടിയിട്ട് തന്നെ പീറ്റർ ആണെങ്കിൽ ഇങ്ങനെ ചേർന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അവൾക്കത് മനസ്സിലായിട്ട് വാ ഇവിടുത്തെ ഒരു ഓർമ്മയായിട്ട് നിൻ്റെ ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം പീറ്റർ ഹാനോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് അങ്ങനെ പറ്റിയത് ഞാൻ കാരണമാണെന്ന് എനിക്കറിയാം. ഇപ്പം എനിക്കതിൽ ഒരുപാട് സങ്കടമുണ്ട്. നിന്നോട് എങ്ങനെയാണ് സോറി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് അവൾക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ എതിർക്കണമെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെച്ച് കിട്ടിയത് കൊണ്ട് തന്നെ എന്തോ പോലെ ആകുന്നുണ്ടായിരുന്നു. അതിനുശേഷം വാ നിനക്ക് ഞാൻ ബാസ്ക്കറ്റ് ബോളൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോളൊക്കെ എറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പീറ്റർ അവൾ താമസിക്കുന്ന ഹോട്ടലിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് നീയും നിൻ്റെ അമ്മയും പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്.
എന്നാൽ പിന്നെ നീ വീട്ടിലേക്ക് വാന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല. ഞാനും എൻ്റെ അച്ഛനുമായിട്ടുള്ള പ്രോബ്ലം വേറെയാണ്. എനിക്ക് തോന്നുന്ന സമയത്ത് ആ പ്രോബ്ലം എല്ലാം സോൾവ് ആയതിനു ശേഷം ഞാനായിട്ട് തന്നെ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ട കീ ചെയിൻ ഇവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും പീറ്ററിൻ്റെ കണ്ണിൽ ഇവൾ ദേഷ്യമായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഒരു നാണമൊക്കെ ഇവൾ കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പീറ്റർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്നതിന് മുന്നേ ആയിട്ട് കുറേ നാളായാലും നീ വീട്ടിലേക്ക് വന്നിട്ട്, അതുകൊണ്ട് തന്നെ വീട്ടിലെ ഫുഡൊക്കെ നീ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിനക്ക് നാളെ ഞാൻ എൻ്റെ കൈ കൊണ്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പീറ്ററിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. പീറ്റർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്തായിരുന്നു പ്രിയയുടെ കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ പ്രിയയാണെങ്കിൽ അവനിങ്ങനെ ഇന്നേ ദിവസം മുഴുവൻ അവളെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവളിങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും അലൻ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അലൻ ഇവളെ ആശ്വസിപ്പിക്കാനും അടുത്തുണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതിരിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പീറ്ററിൻ്റെ കോൾ ഇവൾക്ക് വരുന്നുണ്ടായിരുന്നു. അയ്യോ സോറിയടി, ഇന്ന് എനിക്ക് സാറിനെ കാണാനൊരു അർജൻറ്റ് കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് ഫുൾ ബിസി ആയിരുന്നു. അതാ നിന്നെ കാണാനോ നിന്നോട് സംസാരിക്കാനോ എനിക്ക് പറ്റാണ്ടിരുന്നെന്ന് പറഞ്ഞ് പീറ്റർ കള്ളം പറയുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പീറ്ററിന് വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു ചെക്കൻ. ഇപ്പോൾ അലൻ ഇങ്ങനെ പ്രിയയുടെ അടുത്ത് പോയതുകൊണ്ട് തന്നെ അവൻ്റെ കഫേ നോക്കാനായിട്ട് ഈ ചെക്കനായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ അവിടെ നിൽക്കുമ്പോൾ ഹാനിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആ കഫേയിലേക്ക് വരുന്നുണ്ട്. അതിൽ ഹാനിൻ്റെ ഫ്രണ്ട് ഈ ചെക്കനോട് ചോദിക്കുന്നുണ്ട്, നീ ഈ കഫേയിലാണോ വർക്ക് ചെയ്യുന്നത്? ഞാനല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ പാർട്ട് ടൈം ജോബിനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി പാവപ്പെട്ട ചെക്കനാടി, ഈ ചെക്കനെ പറ്റിച്ചിട്ടാണോ നീ ഇന്ന് ഫോൺ നന്നാക്കാനായിട്ടൊക്കെ കാശ് മേടിച്ചത്? ഇവനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്ന നീ കണ്ടില്ലേ, ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. പ്രിയയ്ക്കാണെങ്കിൽ പീറ്ററിനെ എങ്ങനെയെങ്കിലും ഹാനിൽ നിന്ന് അകറ്റണമായിരുന്നു. അതുകൊണ്ട് തന്നെ പീറ്ററിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് മുന്നേ ഹാനും അവളുടെ അമ്മയും വീട്ടിലേക്ക് വന്ന സമയത്തുള്ള പ്രശ്നങ്ങളെ കാര്യങ്ങളൊക്കെ പിന്നെയും കുത്തിപ്പൊക്കി വിടുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ മറഞ്ഞുപോയ ദേഷ്യമെല്ലാം പീറ്ററിന് പിന്നെയും തിരികെ വരുന്നുണ്ട്. പിറ്റേ ദിവസം ഇവിടെ ഹാനാണെങ്കിൽ പീറ്ററിന് വേണ്ടിയിട്ട് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവൻ അതൊക്കെ കണ്ടുകൊണ്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് നേരം പീറ്ററിന് ഫുഡ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ വരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവനെ വെയിറ്റ് ചെയ്ത് ഹാൻ ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഫുഡെല്ലാം ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടിട്ട് ഹാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ആ ഡസ്റ്റ്ബിന്നിലേക്ക് ഇവൾ കൊണ്ടുപോയി ഇടുന്നത് പീറ്റർ കാണുന്നുണ്ടായിരുന്നു. ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടതാണെന്ന് കൂടെ നോക്കാതെ അവൻ ആ ഫുഡെല്ലാം എടുത്ത് കഴിക്കുന്നുമുണ്ട്. അങ്ങനെ പോകെ 5 വർഷം കഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പീറ്ററും പ്രിയയും ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹാനെ കാണാൻ വേണ്ടിയിട്ട് അവൻ നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി ഇവൻ്റെ അച്ഛൻ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നവൻ കാണുന്നുണ്ട്. ഇതുപോലെ ഹാൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ താൻ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്നും തൻ്റെ സ്വത്തുക്കളുടെ എല്ലാം അവകാശി അവളാണെന്നും പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്റ്. ഇത് കാണുമ്പോൾ പീറ്ററിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ട് പീറ്ററിൻ്റെ അച്ഛൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ മകള്, ഇനി എൻ്റെ സ്വത്തുക്കളുടെ എല്ലാം അവകാശി ഇവളായിരിക്കും കൂടെ പറയുമ്പോൾ തന്നെ അപ്പോൾ പിന്നെ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ട് പുറകിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നോക്കുമ്പോൾ പീറ്റർ പ്രിയയെ ചേർത്ത് പിടിച്ച് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എല്ലാവരും ഷോക്കാകുന്നുണ്ടായിരുന്നു. അലൻ നേരം പ്രിയയോട് ചോദിക്കുന്നുണ്ട്, പുതിയ പ്ലാൻ വിട്ടിട്ട് നീ അവൻ എന്തിനു വേണ്ടി ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പ്ലാൻ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ അതെന്ത് തന്നെ ആയിരുന്നിരുന്നാലും ഞാൻ അവൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അലനും ഇവളോട് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നുണ്ട്. പീറ്റർ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ 5 വർഷത്തെ കോഴ്സെല്ലാം കഴിഞ്ഞിട്ട് തിരികെ നാട്ടിലേക്ക് വന്നത് അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എൻ്റെ 2 മക്കളും ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്, ഇനി അവർ തന്നെ എൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അവരോ, ഞാൻ മാത്രം, ഇവൾക്ക് അടുക്കള ജോലി മാത്രമേ ചെയ്യാനായിട്ട് അറിയത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് കാര്യങ്ങളിലൊന്നും ഇവൾ ഇടപെടുത്തിയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഹാനെ നാണം കെടുത്തിട്ടുണ്ടായിരുന്നു. ഹാൻ ഇത് കേൾക്കുമ്പോൾ നല്ല സങ്കടം വന്നിട്ട്, അടുക്കള പണിയൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ ബിസിനസ് കാര്യങ്ങളിൽ എനിക്ക് അതിനെക്കാട്ടിലും നന്നായിട്ട് ചെയ്യാനായിട്ട് അറിയാം, പെൺകുട്ടികളെ അങ്ങനെ തരം താഴ്ത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും പീറ്ററിനെ നോക്കി ചിരിക്കുന്നുണ്ട്. പീറ്ററിനാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും നാണം കെടുത്താമെന്ന് വിചാരിച്ചപ്പോൾ അവൻ തന്നെ നാണം കെട്ടതോർത്തിട്ട് പിന്നെയും നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം പീറ്റർ അവൻ്റെ അച്ഛനോട് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ, എവിടെ നിന്ന് വന്നൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കാനായിട്ട് നോക്കുന്നു, അപ്പോൾ പിന്നെ ഞാൻ ആരാണ്? ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനെക്കാട്ടിലും മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ നിന്നോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ, എൻ്റെ കമ്പനിക്കോ ഹാനോ നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹാൻ ആ സമയത്ത് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടതോർത്തിട്ട് ഒരുപാട് സങ്കടപ്പെട്ട് നടന്നു വരുമ്പോൾ പീറ്റർ അവളെ വാപ്പുത്തി നേരെ അകത്തേക്ക് കൊണ്ടുപോയിട്ട്, എടി കഴിഞ്ഞ 4 കൊല്ലവും നീ പറഞ്ഞത് വിശ്വസിച്ചിട്ട് നിന്നെ മാത്രം ആലോചിച്ച് ജീവിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിന്റെ ഉദ്ദേശം ഇത് മാത്രമായിരുന്നു, സ്വത്ത്, അതിന് വേണ്ടിയിട്ട് തന്നെയാ നീ നിന്റെ തള്ളയും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നത്. കഴിഞ്ഞ 4 കൊല്ലവും എൻ്റെ അച്ഛനെ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇപ്പോൾ നീ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യം നേടിയല്ലോ. നീ ഒരു പെരും കള്ളിയാന്ന് പറയുമ്പോൾ പ്ലീസ് പീറ്റർ, അങ്ങനെയൊന്നും അല്ല, എന്നെ അങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എതിർക്കാനായിട്ട് പറ്റിയില്ല. നീ അതൊന്നും മനസ്സിലാക്കാനായിട്ട് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് വിളിപ്പിടിച്ച് തള്ളുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ വീഴാനായിട്ട് പോകുമ്പോൾ അവൻ പേടിച്ച് അവളെ പിന്നെയും ചേർത്ത് നിർത്തുന്നുണ്ടായിരുന്നു.
ഹാനിന് ഇവൻ നല്ലവനാണോ അതോ വൃത്തികെട്ടവനാണോ എന്നൊന്നും മനസ്സിലാകാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ദേ, നിനക്ക് എന്നോട് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല. എങ്കിൽ പിന്നെ എന്നെ ഒന്ന് വിട്, ദേവി ചെയ്ത് എന്നെ ഒന്ന് വിടാനായിട്ട് പറയുമ്പോൾ നിന്നിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനാണല്ലോ നിന്നിങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിന്നെ മാത്രമായിട്ട് എന്ന് പറയുന്ന സമയത്ത് പ്രിയ അവനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫോൺ ഇങ്ങനെ വരുന്ന ഗ്യാപ്പിൽ പെട്ടെന്ന് ഹാൻ അവൻ്റെ കാലിലേക്ക് ചവിട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ഇവൻ ഇവളെയും ഫോളോ ചെയ്ത് പുറത്തേക്ക് ഓടി വരുമ്പോൾ അവൾ അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. പ്രിയ ഉടനെ വന്നിട്ട് നീ എന്തിനാ എപ്പോൾ നോക്കിയില്ലെങ്കിൽ അവളെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും അവളെ അമ്മയും വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. എൻ്റെ മരണം വരെയും അവളോടുള്ള വെറുപ്പ് എനിക്ക് മാറത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അലൻ പീറ്ററിനോട് പറയുന്നുണ്ട്, എടാ നീ ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അവളിങ്ങനെ നാണം കെടുത്തത് ഒട്ടും ശരിയായില്ലെന്ന് പറയുമ്പോൾ നിനക്കെന്താടാ അവളെ പറയുമ്പോൾ ഇത്ര വേദന വരുന്നത്, അവളെന്താ നിന്റെ സെറ്റപ്പ് ആണോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അലൻ ഒരുപാട് ദേഷ്യം വന്നിട്ട് നല്ലൊരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ട് നിനക്ക് എങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അടിക്കുന്നുണ്ടായിരുന്നു. ആ അടി കൂടി ലാസ്റ്റ് റോഡ് വരെ എത്തുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമ്പോൾ പ്രിയയും ആ മറ്റേ ഫ്രണ്ടും കൂടെ മാക്സിമം ഒരു പറഞ്ഞ് ശ്രമിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഇത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അടിയുടെ ഇടയിൽ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പ്രിയെ പിടിച്ച് തള്ളുന്നുണ്ടായിരുന്നു. അത്രയും നേരം അടി കൂടിക്കൊണ്ട് നിന്നവർ ഇവള് വീഴാനായിട്ട് പോകുന്നത് കാണുമ്പോഴത്തേക്കും അടി അവിടെ നിർത്തുന്നുണ്ടായിരുന്നു. പീറ്റർ ഉടനെ അവളെ പോയി കെട്ടിപ്പിടിച്ചിട്ട് സോറി എടി, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൾ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അലൻ ഇത് കാണുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ഉടനെ മറ്റേ ഫ്രണ്ട് ആണെങ്കിൽ എടാ അവളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നിനക്ക് സങ്കടം വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഹഗ് ചെയ്യ്, കെട്ടിപ്പിടിക്കടാന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ വിഷമം ഞാൻ ആരോട് പോയി പറയണമെന്ന് പറഞ്ഞിട്ട് അലനിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പീറ്ററിനാണെങ്കിൽ അലൻ എന്തുകൊണ്ടാണ് ഹാനിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് നേരെ വന്ന് അത് പ്രിയോട് ചോദിക്കുന്നുണ്ട്. എടി, അലനും ഹാനും തമ്മിൽ എന്തൊരു ബന്ധമുണ്ടോ, അവർ തമ്മിൽ പ്രണയത്തിലെങ്ങാനാണെന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാ നീ അറിയുന്നത്, അതൊന്നും നിനക്കറിയേണ്ട ആവശ്യമില്ലല്ലോ, അവൾ ആരെ സ്നേഹിച്ചാലും നീ എന്തിനാ അറിയണം, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. എന്നാലും എൻ്റെ ഫ്രണ്ട് എൻ്റെ ശത്രുവിനെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതെനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കള്ളം പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പിറ്റേ ദിവസം പീറ്റർ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വരുന്ന ടൈമിൽ തന്നെ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ അവൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളിങ്ങനെ അവൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് ഞാൻ വരുന്നത് കൊണ്ട് ഇവിടെയുള്ള ആർക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല, എന്നെ നോക്കി ഒരാൾ പോലും പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇല്ലേ അയ്യോ സാർ വന്നോ, എത്ര വർഷമായി സാറിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഓ നീയെങ്കിലും വന്നല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ അവനോടൊരു സ്നേഹത്തിൽ ഒരു വാക്ക് പോലും പറയാതെ നാളെ ഓഫീസിലേക്ക് വരണമെന്നും അർജൻറ്റായിട്ട് ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാനായിട്ടുണ്ട്, നാളെ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, വർക്കിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല, നിങ്ങൾക്ക് എന്ത് തരുന്നോ അത് വളരെ നീറ്റായിട്ട് ചെയ്തു തരണമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം വീട്ടിൽ വന്നതിന് ശേഷം പീറ്റർ ആണെങ്കിൽ ഇതുവരെ ഹാനിനെ കണ്ടിട്ടില്ലായിരുന്നില്ല. അവൾ എവിടെ പോയതാണെന്ന് അവന് അറിയത്തില്ല. കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ അവൾ വരുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അലൻ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതുകൂടെ കാണുമ്പോൾ ഇവന് ആകെ കലി കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇതെന്തിനാ അവൻ്റെ വണ്ടിയിൽ കയറി വന്നെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കാൻ നീ എൻ്റെ ആരാണ്, അവനോടനെ അവളെ ചേർത്ത് നിർത്തിയിട്ട് ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ വണ്ടിയിൽ കറങ്ങാനായിട്ട് നീ ആരാടി, മേലിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുക പോലും ചെയ്യരുത്, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കൊള്ളാം, നിൻ്റെ ഇഷ്ടം നോക്കിയാണോ ഞാൻ ജീവിക്കേണ്ടത്, എനിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് ഞാൻ ജീവിക്കും, പിന്നെ നീ അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് നീ എൻ്റെ ആരുമല്ല, അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. പീറ്ററിന് ശരിക്കും പറഞ്ഞാൽ ഹാനിന് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അവളിങ്ങനെ അവൻ്റെ ഒപ്പം കറങ്ങുന്നത് അവൻ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഹാനും പീറ്ററും ഒരുമിച്ച് ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഓരോ പ്രോജക്റ്റ് കൊടുക്കുന്നുമുണ്ട്, അത് ഒരുമിച്ച് ചെയ്യാനും പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താ അച്ഛാ കളിയാക്കുവാണോ, ഞാൻ എവിടെ നിൽക്കുന്നു ഇവളെവിടെ നിൽക്കുന്നു, ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇവളെ കൊണ്ട് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തേയില്ലെന്ന് പറയുമ്പോൾ അതൊക്കെ പറയാൻ നീ ആരാണ്, നീ നോക്കിക്കോ ഈ പ്രോജക്റ്റ് നീ ചെയ്തതിനെക്കാട്ടിൽ നന്നായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു അടി കൂടുന്നുണ്ടായിരുന്നു. അച്ഛനെ ലാസ്റ്റ് സഹി കേട്ടിട്ട് രണ്ടുപേരെ ആ ക്യാബിനിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്. രണ്ടുപേരുടെ ക്യാബിൻ അടുത്തടുത്തായിരുന്നു കേട്ടോ. അയ്യേ ഞാൻ ഇവൻ്റെ അടുത്താണ് ഇരുന്ന് ജോലി ചെയ്യുന്നത്, അതൊന്നും പറ്റില്ല ഞങ്ങളെന്ന് പറയുമ്പോൾ അയാൾ അത് കേൾക്കാതെ രണ്ടുപേരുടെ ക്യാബിൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഹാൻ ഇവിടെ ഇരുന്നിട്ട് ഇവളുടെ ഈ വർക്കൊന്നും ചെയ്യാനായിട്ട് അറിയത്തില്ലായിരുന്നു, അതൊക്കെ കണ്ട് കിളി പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പീറ്റർ ആണെങ്കിൽ അവിടെ ഇരുന്ന് ഇവളെ ഇടയ്ക്കിടയ്ക്ക് എത്തി ഒളിഞ്ഞൊക്കെ നോക്കുന്നുമുണ്ട്. അതേ സമയത്ത് പീറ്ററിനെ കാണാനായിട്ട് പ്രിയ ഓഫീസിലേക്ക് വരുന്നിട്ട് വാ നമുക്ക് പുറത്തേക്ക് എവിടെയും കറങ്ങാനായിട്ട് പോകുമെന്ന് പറയുമ്പോൾ പ്രിയ ഞാൻ ഓഫീസിൽ നല്ല തിരക്കാണ്, അത് മാത്രമല്ല ഇങ്ങനെ ഓഫീസ് സമയത്ത് നീ എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുത്, ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അവൾ പോകുന്നതിന് മുന്നേ തന്നെ ഹാനിനെ വന്ന് കാണുന്നുണ്ട്. നീ കാരണം എൻ്റെ ഫ്രണ്ട്സ് തമ്മിൽ അടികൂടുന്നത്, നീ ഒറ്റ ഒരുത്തി കാരണം എത്ര പേരുടെ സമാധാനം എന്നറിയാമോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പീറ്റർ ഇപ്പോൾ അലൻ, നീ ദയവ് ചെയ്ത് ഇവരുടെ ആരുടെ ലൈഫിലേക്ക് വരരുത്, നീ കാരണം എൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. ഹാൻ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം വന്നിട്ട് നേരെ അലൻ്റെ കഫേയിലേക്ക് പോയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണം നീ പീറ്റർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായോ? ഇല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചത്,
ഇന്ന് പ്രിയ ഓഫീസിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്. ഏയ് അങ്ങനെയൊന്നുമില്ലടി, ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടെങ്കിലും അത് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, അത്രയേ ഉള്ളൂ. എന്താ എങ്ങനെ പോകുന്നുണ്ട് പ്രോജക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ, എടാ അതൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങുക. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിലെങ്ങാനും പീറ്ററിൻ്റെ കാട്ടിലും താഴെയായി പോയി കഴിഞ്ഞാൽ ഈ ജന്മം മുഴുവനും അവൻ എന്നെ കളിയാക്കി കൊന്നു വെക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ, നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് ബുക്സ് എടുത്ത് വെച്ച് കൊടുത്തിട്ട്, ഇതെല്ലാം നീ വായിച്ച് പഠിക്കണം. ഇത് വായിച്ച് നീ പഠിക്കുവാണെങ്കിൽ നിൻ്റെ ആ പ്രോജക്റ്റൊക്കെ നിനക്ക് വെറും ജുജുബി മാറ്റർ ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ബുക്സൊക്കെ കാണുമ്പോൾ തന്നെ ഹാനിന് തല പൊട്ടിത്തെറിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹാനും പീറ്ററും ഓഫീസിലേക്ക് വരുമ്പോൾ ഹാനാണെങ്കിൽ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റ് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടി ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒട്ടും ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഹാനെ വന്ന് എത്തി നോക്കുമായിരുന്നു. ഇത് കാണുന്ന ഹാനാണെങ്കിൽ, നീ ഇന്നലെ ഇവിടെ കിടന്ന് കറങ്ങുന്നത് എൻ്റെ പ്രോജക്റ്റ് കോപ്പി അടിക്കാനായിട്ടായിരിക്കുമല്ലേ വന്നതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നിൻ്റെത് കോപ്പി അടിക്കാനായിട്ട് എൻ്റെ പട്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നുണ്ടായിരുന്നു. ഈ വാക്കാലയല്ല കേട്ടോ, രണ്ടുപേരും ഓരോ പേപ്പറിൽ ഓരോന്നൊക്കെ എഴുതിയിട്ട് അതിങ്ങനെ മിററിൽ ഒട്ടിക്കുമായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവസാനം അവൾക്ക് കല്ലി വന്നിട്ട്, നീ പോടാ കാണ്ടാമൃഗമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് അവളുടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഹാന് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ പീറ്ററിന് അത്ര പേടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. അവൻ വളരെ കൂളായിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഹാനാണെങ്കിൽ കൈയും കാലും ഒക്കെ വരച്ച് വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ അവളുടെ കയ്യിൽ എങ്ങനെ പിടിച്ചിട്ട് പേടിക്കേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പീറ്ററിന് അത് കാണുമ്പോൾ വല്ലാണ്ട് തോന്നുന്നുണ്ടായിരുന്നു. അയാൾ എന്തിനാ ഇവളുടെ കയ്യിൽ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ മോശമായിട്ട് അവർ രണ്ടുപേരെയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും അവരവർ തയ്യാറാക്കിക്കൊണ്ട് വന്ന പ്രോജക്റ്റിനെ പറ്റിയിട്ട് പറയുന്നതുകൊണ്ട് രണ്ടുപേരുടെയും പ്രോജക്റ്റ് ഒന്നിനൊന്നിന് സൂപ്പറായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഹാനും പീറ്ററും ഒന്നിച്ച് കമ്പനി കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് അച്ഛൻ പറയുന്നുമുണ്ട്. പക്ഷേ അത് പീറ്ററിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരുടെയും പ്രോജക്റ്റ് നന്നായിരിക്കുന്നെന്നോ, അവൾ തന്നെ ഇങ്ങനെയായി. അത് മാത്രമല്ല, അച്ഛൻ എന്തിനാ അവളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചത്? ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ രണ്ടുപേരെയും കുറിച്ചിട്ട് പിന്നെയും മോശമായിട്ട് ചിന്തിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ, എടി പണത്തിന് വേണ്ടിയിട്ട് നിൻ്റെ അമ്മയെപ്പോലെ നീ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ അതിന് ആ മനുഷ്യനെ നീ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു. ഒന്നുമില്ലെങ്കിലും വയസ്സൊന്നില്ലെങ്കിലും നോക്കണ്ടേ നീ? നാണോ ഇല്ലല്ലോടി നിനക്കിങ്ങനെ ജീവിക്കാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ, നീ ഇതെന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? ആരെ പറ്റിയിട്ട് നീ പറയുന്നത് ചോദിക്കുമ്പോൾ, നിനക്കൊന്നും അറിയത്തില്ല അല്ലേ? നീ ഇവിടേക്ക് നിൻ്റെ തള്ളയും കുട്ടി ആദ്യം വന്നു, അവസാനം അവർ മരിച്ചു പോയപ്പോൾ ഇപ്പോൾ ആ വേക്കൻസിൽ നീ കയറി പറ്റാനായിട്ട് നോക്കുവാണല്ലേ? അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ കാണാൻ തോന്നുന്നു പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾക്ക് കാര്യം ഇപ്പോഴായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൻ്റെ ചെകിട്ടത്ത് നോക്കിയാൽ അടി കൊടുക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എത്ര വിവരം ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നാണമില്ലേ നിനക്ക് ഇങ്ങനോട് എന്നോട് സംസാരിക്കാനായിട്ട്? നിൻ്റെ അച്ഛനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ വീട്ടിൽ ഞാൻ എന്ന് വന്നോ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ മാത്രമേ അയാളെ കണ്ടിട്ടുള്ളൂ. അയാളും അങ്ങനെ തന്നെയാണ് എന്നെ കാണുന്നത്. അതുകൊണ്ട് ഇപ്പം സംസാരിച്ചത് പോട്ടെ, ഇനി മെയിലിൽ ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ, നിങ്ങൾക്കൊക്കെ ചെയ്യാമെല്ലാം, ഞാൻ പറയുന്നതാണല്ലേ തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട്. എടാ പറയുന്ന ഒന്ന് കേക്ക്, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. നീ ഇത് എന്താ എപ്പോഴും ഇങ്ങനെ ഓരോ കഥകൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത്? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഇവളങ്ങ് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പീറ്റർ പ്ലീസ്, എനിക്കിതിനപ്പുറം ഒന്നും സഹിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഒരു തെറ്റ് നിന്നോട് ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അച്ഛൻ വരുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, മുന്നേ പീറ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അച്ഛൻ കേട്ടിട്ടുണ്ടായിരുന്നു. പീറ്റർ, നീ ഇത്രയും നേരം പറഞ്ഞതിന് എനിക്ക് നിന്നെ അടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ നിന്നോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇനിയും അതൊന്നും മറച്ചു വെക്കുന്നത് കൊണ്ട് ഒരർത്ഥമില്ല. ദേ നിൽക്കുന്നില്ലേ, നീ എപ്പോഴും ഇന്നലെ കയറി വന്നവളെന്ന് പറയാറുള്ള ഇവളെൻ്റെ സ്വന്തം മോളാ. ഇവളുടെ അമ്മയും ഞാനും കല്യാണത്തിന് മുന്നേ, അതായത് നിൻ്റെ അമ്മയും ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇഷ്ടത്തിലായിരുന്നു. അവൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാണ്ട ഒരു സാഹചര്യത്തിൽ നിൻ്റെ അമ്മ എനിക്ക് കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നു. അവളിൽ നീയും ജനിച്ചു, ഹാനിൻ്റെ അമ്മയ്ക്ക് ഹാനും ഉണ്ടായി. ഒരമ്മയിൽ നിന്നല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാണ്, അതായത് നിങ്ങൾ രണ്ടുപേരും സഹോദരി സഹോദരനുമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹാനിനും പീറ്ററിനും ഒരുപോലെ ഷോക്കായിരുന്നു. അവനിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കൺമുൻപിലെല്ലാം ഇരുട്ടായിട്ട് അവൻ ഇത്രയും നാൾ സ്നേഹിച്ച പെൺകുട്ടിയെ ഇനി താൻ സഹോദരിയായിട്ട് കാണണമെന്ന് അച്ഛൻ പറയുമ്പോൾ അവനതെന്തോ അത് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹാനും അങ്ങനെ തന്നെയാണ്. മോളെ, ഞാൻ പറയുന്നത് നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്ന പറയാനായിട്ട് വരുമ്പോൾ എന്നെ ഒന്ന് വെറുതെ വിടാനായിട്ട് പറഞ്ഞിട്ട് അവളും കയറി പോകുന്നുണ്ടായിരുന്നു. അയാൾക്കാണെങ്കിൽ താൻ കാരണം തൻ്റെ മക്കൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ സങ്കടം വന്ന് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഹാൻ റൂമിൽ വന്നിട്ട്, അമ്മേ, നിങ്ങൾ എന്താ ഇതെന്നോട് മുന്നേ പറയാതിരുന്നത്? എന്നെ എന്തിനാ ഈ ലോകത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോയത്? നിങ്ങൾ പോയപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ?
ഞാൻ കാരണം എത്ര പേരെ ഈ വേദനിക്കുന്നത്, എനിക്ക് വയ്യ അമ്മ ഇനി ഒന്ന് സഹിക്കാനെന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് കരയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പീറ്ററും അവൻ റൂമിൽ വന്നിരുന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതിലുപരിയായിട്ട് താൻ ഇത്രയും നാൾ സ്നേഹിച്ച ഹാൻ അവളോട് വഴക്കിടുമ്പോഴൊക്കെയും അവൻ്റെ മനസ്സിൽ മുഴുവനും അവളോടുള്ള സ്നേഹം മാത്രമായിരുന്നു. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അതൊക്കെ ശരിയായിട്ട് അവൾ അവന് സ്വന്തമാവുമെന്ന് തന്നെയായിരുന്നു അവൻ പ്രതീക്ഷിച്ചിരുന്നത്. അതിനിടയിൽ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവനത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ ഇത്രയും നാൾ സ്നേഹിച്ച പെൺകുട്ടിയെ ഞാൻ എങ്ങനെയാണ് എൻ്റെ സഹോദരിയായിട്ട് കാണുന്നത്, എന്നെക്കൊണ്ടത് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവനും ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹാൻ നേരെ അവളുടെ അമ്മയുടെ കല്ലറയിലേക്ക് പോയിട്ട്, അമ്മേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ അമ്മ പോകുന്നതിന് മുന്നെയെങ്കിലും എന്നോടൊരു വാക്ക് ഇതേപ്പറ്റി പറയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അമ്മയെന്ന് പറയുമ്പോൾ തൊട്ട് പുറകെ പീറ്ററിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. മോളെ, അവനോ എന്നെ മനസ്സിലാക്കുന്നില്ല, നീയെങ്കിലും എന്നെ മനസ്സിലാക്കണം, നീയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അച്ഛൻ വിഷമിക്കണ്ട. ഇത്രയും നാളും എനിക്കൊരു അച്ഛനില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ സങ്കടപ്പെട്ടതിന് എനിക്കൊരു ഉത്തരം കിട്ടിയില്ലേ, അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അച്ഛൻ എന്നെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചെന്നുള്ളത് എന്നോട് പറയണമെന്ന് പറയുമ്പോൾ അതെനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അങ്ങനെ പറ്റിപ്പോയതാ. അല്ലാതെ ഞാൻ നിൻ്റെ അമ്മയെയോ നിന്നെ ചതിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, പക്ഷെ പീറ്ററിൻ്റെ അമ്മയും അവരെ അച്ഛൻ ചതിച്ചില്ലേ, വെറുതെ അല്ല. എന്തുകൊണ്ടാണ് പീറ്റർ എന്നോട് ഇത്രയും ദേഷ്യം എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അവൻ്റെ കാര്യം ഓർത്തിട്ട് അവൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. സാരമില്ല അച്ഛാ, എന്തായാലും ഞാൻ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവുമെന്ന് പറയുമ്പോൾ ആ അച്ഛനും മകളും ഇങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഓഫീസിൽ എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പീറ്ററും ഹാനും ഉണ്ടായിട്ടും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഹാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ട് അവളെ നോക്കുമ്പോൾ അവളിവനെ മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അവളെ നോക്കുമ്പോഴൊക്കെയും അവൾ വേറെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ഇവളെ ഈ സൈലൻസ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം അവൻ പുറത്ത് ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവൾ ഇറങ്ങി വരുമ്പോൾ ഇവനോടൊന്നും മിണ്ടുന്നേ ഉണ്ടായിരുന്നില്ല, മൈൻഡ് ചെയ്യാൻ നടന്നു പോകുന്നുണ്ട്. ഡീ, ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ, പിന്നെ എന്താ എന്നോട് സംസാരിക്കുക നീ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് ഞാനെന്തിനു സംസാരിക്കണം, നീ സംസാരിക്കാനായിട്ട് ഒരു കാര്യമില്ല, അപ്പം പിന്നെ മൈൻഡ് ചെയ്ത് പോകുന്നത് തന്നെ നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കാതിരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റായിട്ട് നിന്നോട് ചെയ്തത്, നിനക്കെന്നെ കാണുമ്പോൾ വെറുപ്പാണോ തോന്നുന്നത്, ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്, എന്നോട് ഇങ്ങനെ മിണ്ടാൻ നടക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് അവൻ ചോദിക്കുന്നുണ്ട്. പീറ്റർ പ്ലീസ്, ഞാൻ നിന്നോട് അങ്ങോട്ട് ഒരു പ്രശ്നത്തിനും വരുന്നില്ല, അതുകൊണ്ട് തന്നെ നീ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എൻ്റെ പുറകെ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ സ്റ്റെപ്പിൽ കാല് സ്ലിപ്പായിട്ട് വീഴാനായിട്ട് പോകുന്നുണ്ട്. ഇവൻ ഉടനെ പിടിക്കുന്നുണ്ട്. ഞാനിപ്പം നിന്ന് താഴെ ഇടട്ടെ, അങ്ങനെ ഇടുവാണെങ്കിൽ നീ ഇപ്പം തന്നെ മരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ താഴെ ഇടാനായിട്ട് പോവും, പിടിച്ചു വയ്ക്കും. അങ്ങനെ ആക്കിയപ്പോൾ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ താഴെ ഇടാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവനങ്ങനെ ചെയ്യാതെ അവളെ നേരെ പിടിച്ച് നിർത്തുന്നുണ്ട്. ഞാൻ നിന്നെ ശല്യം ചെയ്യാനായിട്ട് വരുന്നില്ല, അതുകൊണ്ട് തന്നെ നീ എൻ്റെ പുറകെ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പീറ്ററിന് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ സ്നേഹിച്ച പെൺകുട്ടിയെ പെട്ടെന്നൊരു ദിവസം സഹോദരിയായിട്ട് കാണുമെന്ന് അച്ഛൻ പറഞ്ഞ കാര്യം. 2, അതിനുശേഷം അവളിങ്ങനെ ഇവൻ അവോയ്ഡ് ചെയ്യുന്നത് അവന് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിണക്കത്തിലായിരുന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ അവളാണെങ്കിൽ ഇങ്ങനെ അടുത്ത് നിന്നാൽ പോലും അവളുടെ മുഖത്ത് പോലും നോക്കാതെയായിരുന്നു ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. ഹാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ അച്ഛനാണെങ്കിൽ പീറ്ററിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവൾ കാണുന്നുണ്ടായിരുന്നു. അതുകൂടെ കാണുമ്പോൾ പീറ്റർ കാരണം അച്ഛൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഇനി അങ്ങനെ പാടില്ല, പീറ്ററിനോട് എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ പോയതായിരിക്കും എന്ന് അന്വേഷിച്ചറിഞ്ഞ് അവൻ എപ്പോഴും പോകാറില്ല, ബാറിലേക്ക് പോകുന്നുണ്ട്. പീറ്റർ ഇവിടെ ബാറിൽ വന്നിരുന്നിട്ട് പ്രിയയോടും അവൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം അവൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാൻ വന്നിട്ട്, പീറ്റർ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നോടൊന്നും സംസാരിക്കാനുമില്ലാന്നും എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് നീ എന്തിനാ ഇപ്പം എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ഇവരെന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് കരുതിയിട്ട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും മാറി നിൽക്കുന്നുണ്ട്. ഇനി പറ, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇവിടേക്ക് വന്നത്? പീറ്റർ പ്ലീസ്, നീ എന്തിനാണ് എൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? ഞാൻ നിൻ്റെ വീട്ടിൽ വന്നതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് നീ എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നതൊക്കെ. ഞാൻ കാരണം നീ ഇങ്ങനെ ആകാൻ പാടില്ല പീറ്റർ. ഇപ്പം എന്തിനാ നീ ഈ ബാറിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഉപദേശിക്കാനായിട്ട് നീ എൻ്റെ ആരാടിയെന്ന് ചോദിക്കുന്നുണ്ടവൻ. മുന്നേ ഞാൻ ആരും അല്ലായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയാണ്, നീ എൻ്റെ ചേട്ടനും. അപ്പോൾ പിന്നെ നീ എന്ത് ചെയ്യുന്നുവെന്നും എവിടെ പോകുന്നു എന്നുള്ളത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ പീറ്ററിന് അവനെ തന്നെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അവിടെ ടേബിളിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനവും അവൻ അടിച്ച് തെറിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിനപ്പുറം എന്നോട് ദയവ് ഇതിങ്ങനെ സംസാരിക്കരുത്, എന്നെക്കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല, നീ എൻ്റെ അനിയത്തി അല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ദേഷ്യത്തിൽ ബൈക്കെടുത്ത് ഓവർ സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ അവൻ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഹാൻ എങ്ങനെ എൻ്റെ അനിയത്തിയാവും, എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. ഇത്രയും നാൾ ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, സ്നേഹിച്ചൊരു പെൺകുട്ടിയെ
പെട്ടെന്നൊന്ന് അനിയത്തിയായിട്ട് കാണുമെന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് സഹിക്കാനായിട്ട് പറ്റുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം ആലോചിച്ചിട്ട് ഇവൻ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ്റെ ബൈക്കിലേക്ക് ഒരു കാറുകാരൻ കൊണ്ടുവന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പീറ്റർ റോഡിലേക്ക് വീഴുന്നുണ്ട്. ഇടിയുടെ ആഘാതം മൂലം അവൻ്റെ പുറകിൽ നിന്ന് ഒരുപാട് ബ്ലഡൊക്കെ പോകുന്നുണ്ടായിരുന്നു. വഴിയിലൂടെ പോയ ആരോ ഒരാൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഹാനാണെങ്കിൽ പീറ്റർ കൊടുത്തൊരു കീച്ചെയിനില്ലേ അതും ഇങ്ങനെ നോക്കിയിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പീറ്ററിൻ്റെ അച്ഛനെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് തങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഹോസ്പിറ്റലാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട്. ഹാനിനെ വിളിച്ചിട്ട് അച്ഛൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പീറ്ററിന് ഇച്ചിരി സീരിയസ് ആണെന്നും പറയുന്നുണ്ട്. അതറിഞ്ഞിട്ട് തന്നെ പ്രിയയും ബാക്കി ഫ്രണ്ട്സെല്ലാം അവിടേക്ക് വരുന്നുണ്ട്. പ്രിയയ്ക്ക് ഹാലിനെ കാണുമ്പോൾ തന്നെ നീ കാരണോടി അവനിങ്ങനെ സംഭവിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ പുറകെ നടന്ന് നീ അവനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, അവൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഹോസ്പിറ്റലിൽ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഹാനാണെങ്കിൽ മറുത്തൊന്നും പറയാൻ പറ്റാതെ അവളിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അവസാനം പ്രിയ ഒരു വിധത്തിൽ എല്ലാവരും കൂടെ സമാധാനിപ്പിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. പ്രിയ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഹാൻ ഒരുപാട് സങ്കടം വന്നിട്ട് അവളും ഇരുന്ന് കരയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും താൻ കാരണം തന്നെയാണ് പീറ്ററിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് പറഞ്ഞിട്ട് അവളും കരയുന്നത് കാണുമ്പോൾ അലൻ അവളുടെ കൂടെ ഇരുന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് പീറ്ററിന് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തണം, അതിന് കുറച്ച് ബ്ലഡ് ആവശ്യമായിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഡോക്ടർ എൻ്റെ മകനെ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എൻ്റെ ദേ പോസിറ്റീവായിട്ടുള്ള ബ്ലഡാണ്, എൻ്റെ നിന്ന് എത്ര ബ്ലഡ് വേണമെങ്കിലും എടുത്ത് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അത് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്ക്, ഞങ്ങളത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് പീറ്ററിൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻറ്റിന് എന്തോ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പീറ്ററിൻ്റെ സർജറിയും കഴിയുന്നുണ്ട്. പക്ഷേ 24 മണിക്കൂർ കഴിയാതെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. ഒത്തിരി സമയം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഫ്രഷ് ആകാനായിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഹാൻ വരുന്നില്ല എന്നും ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പീറ്ററിൻ്റെ അച്ഛനും അസിസ്റ്റൻറ്റുമായിട്ട് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ പീറ്ററിൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, സാർ ഞാനൊരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, നിങ്ങളുടെ മകൻ്റെയും നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ? ഞാനും ഇത്രയും നാൾ അതൊന്നാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇന്നാ ഞാൻ അറിഞ്ഞത് ഒന്നല്ലെന്ന്. എന്താ നീ ഇപ്പം എന്തിനാ അതേപ്പറ്റി ചോദിച്ചത്? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നരുത്, കുറേ നാളുകളായിട്ട് അതെങ്ങനെയെങ്കിലും നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇത്രയും നാൾ ഞാൻ പറയാതെ മറച്ചു വെച്ചെന്ന് പറയുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറയും, ബാക്കിയുള്ളവർ ടെൻഷൻ അടിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ അസിസ്റ്റൻ്റ് അച്ഛനാണെങ്കിൽ പണ്ട് മുതലേ പീറ്ററിൻ്റെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷേ പീറ്ററിൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാളിങ്ങനെ അവളെ ഒഴിവാക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും അവളുടെ വിഷമങ്ങളെല്ലാം വേറൊരാളുടെ ഷെയർ ചെയ്യുമായിരുന്നു. അത് പീറ്ററിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് അവർ രണ്ടുപേരും തമ്മിൽ റിലേഷനിലാകുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ അസിസ്റ്റൻറ്റിൻ്റെ അച്ഛനെ അറിയായിരുന്നു. അങ്ങനെ അയാളിൽ ജനിച്ച കുട്ടിയാണ് പീറ്റർ എന്ന് പറയുന്നത്. ഈ രഹസ്യം അസിസ്റ്റൻറ്റിൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ ഈ പയ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പയ്യനിപ്പോൾ പീറ്ററിൻ്റെ അച്ഛനോടും പറയുന്നുണ്ട്. അയാൾക്കത് കേൾക്കുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, പീറ്റർ അവൻ എൻ്റെ മകനാണ്, എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ, സാർ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു DNA ടെസ്റ്റ് എടുത്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇല്ല, എനിക്കങ്ങനെ ചെയ്യണ്ട, എൻ്റെ മകൻ തന്നെയാണ് ഇത്, ആരെന്തൊക്കെ പറഞ്ഞിരുന്നാലും പീറ്റർ എൻ്റെ മോനല്ലാതാവില്ല എന്ന് പറയുന്നുണ്ട്. ഈ കാര്യം ഹാനും കേൾക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അച്ഛനും ഹാനും അസിസ്റ്റൻറ്റും എല്ലാവരുമായിട്ട് പീറ്ററിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ അച്ഛൻ ഹാനിനോട് പറയുന്നുണ്ട്, നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊന്നും തന്നെ പീറ്റർ ഒരിക്കലും അറിയരുതെന്ന്, അവനെൻ്റെ മകനല്ല എന്ന് അവൻ അറിയുവാണെങ്കിൽ അതവന് സഹിക്കാനേ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ സംസാരിച്ച കാര്യം പുറത്ത് നിന്ന് അലൻ കേൾക്കുന്നുണ്ട്. അവനത് കേട്ട് കഴിയുമ്പോൾ എന്തൊരു വില്ലനെ പോലെ ചിരിക്കുന്നുണ്ടായിരുന്നു. നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ പീറ്ററിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അവനവൻ്റെ അച്ഛനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട്, അച്ഛാ നിങ്ങൾക്കെന്നെ ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മോനെ, ഞാൻ പിന്നെ ആരെയാടാ സ്നേഹിക്കേണ്ടത്, നീ എൻ്റെ പൊന്നു മോനല്ലേ, നീ ഇങ്ങനെ ഒരു അവസ്ഥയിലായപ്പോൾ അച്ഛൻ എന്തോരം വിഷമിച്ചു എന്ന് എനിക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൻ പെട്ടെന്ന് ഇങ്ങനെ കൈ അനക്കിയിട്ട് ഹാനിനെ നോക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് മനസ്സിലായിട്ട് പെട്ടെന്ന് അവൾ വന്ന് അവൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. തൻ്റെ കൂടെ ഇപ്പം എല്ലാവരും ഉള്ളത് ഓർക്കുമ്പോൾ അവൻ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അലനും പ്രിയയും ബാക്കി പീറ്ററിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവനെ കാണാനായിട്ട് വരുന്നുണ്ട്. അവർ വരുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നുമുണ്ട്. പ്രിയ വന്നിട്ട്, പീറ്റർ ഞാൻ എന്ത് വിഷമിച്ചു എന്നറിയാമോ, നിനക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു, നീ ഇപ്പോൾ ഓക്കെ ആയി വന്നല്ലോ, എനിക്കത് മാത്രം മതിയെന്ന് പറയുമ്പോൾ അലനാണെങ്കിൽ, പീറ്റർ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്, നിനക്ക് സർജറി വേണമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞപ്പോൾ കുറച്ച് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ നിൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പും നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നല്ല എന്നാണ് പറഞ്ഞത്, അപ്പോൾ
നീ എന്താടാ അയാളുടെ മകനല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ പീറ്ററിനാകെ സങ്കടവും വരുന്നുണ്ട്. അതിലുപരിയായിട്ട് അതിലെന്തോ സംശയവും തോന്നുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും പിന്നെ അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പ്രിയ പക്ഷേ അലനെ വഴക്ക് പറയുന്നുണ്ട്. നിനക്ക് എന്താടാ അവൻ ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുന്ന കണ്ടില്ലേ, അപ്പോഴാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തമാശയാണെന്ന് പറയുന്നത്? ആരോട് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അലനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെയും പീറ്ററിൻ്റെ മനസ്സിൽ അലൻ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയയുടെ സഹായം അവൻ തേടുന്നുണ്ട്. പ്രിയേ, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. അലനെന്തോ അങ്ങനെ പറഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സൊട്ടും ഓക്കെയല്ല. ഇതിലെന്തായാലും അച്ഛനറിയാതെ ഒരു DNA ടെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ, പീറ്റർ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിനക്കറിയാലോ നീ നിൻ്റെ അച്ഛൻ്റെ മകൻ തന്നെയാണെന്ന്. അവന് വെറുതെ വട്ട് തോന്നിട്ട് വെറുതെ പറഞ്ഞതായിരിക്കും, നീ അതൊന്നും കാര്യമാക്കാമെന്ന് പറയുമ്പോൾ, അങ്ങനെ വേണ്ട. എന്നാലും മനസ്സിൽ തോന്നിയ കാര്യം അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനോട് ഓക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അന്ന് രാത്രി ആരും കാണാതെ അവൾ എങ്ങനെയൊക്കെ പീറ്ററിൻ്റെ വീട്ടിലേക്ക് വന്ന് അവൻ്റെ അച്ഛൻ്റെ മുടി എടുത്തുകൊണ്ട് പോയിട്ട് DNA ടെസ്റ്റിന് കൊടുക്കുന്നുണ്ട്. DNA ടെസ്റ്റിന് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ റിസൾട്ടും കിട്ടുന്നുണ്ടായിരുന്നു. റിസൾട്ട് പീറ്ററിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവന് എന്തായിരുന്നാലും താൻ തൻ്റെ അച്ഛൻ്റെ മകൻ തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും റിസൾട്ട് നെഗറ്റീവായിരുന്നു. അതവന് കാണുമ്പോൾ അവന് എന്തെന്നില്ലാത്ത വിഷമമായിരുന്നു. ഇതുവരെ അവൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സങ്കടമായിരുന്നു അവന് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും വർഷം തൻ്റെ സ്വന്തം അച്ഛനാണെന്ന് വിചാരിച്ച ആൾ പെട്ടെന്നൊരു ദിവസം തൻ്റെ സ്വന്തം അച്ഛനല്ലാന്ന് അവൻ അറിയുമ്പോൾ അവനൊന്നും അങ്ങോട്ട് സഹിക്കാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ പറ്റുന്നുണ്ടായിരുന്നില്ല. DNA ടെസ്റ്റിനപ്പുറം ഇനി ആരും ഒന്നും പറയാനായിട്ടില്ലല്ലോ. അതെല്ലാം കൂടെ ആലോചിച്ചിട്ട് അവനാകെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അലനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വരുന്നുണ്ട്. അവരും ആ റിസൾട്ട് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവിടേക്ക് പീറ്ററിൻ്റെ അച്ഛനും ഹാനും എല്ലാവരും വരുന്നുണ്ടായിരുന്നു. അച്ഛാ, ഞാൻ നിങ്ങളുടെ മകനല്ലേ അച്ഛാ? അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ളത് പോലെ ഞാനൊരു അനാഥനാണോ എന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് സങ്കടത്തിൽ ചോദിക്കുന്നുണ്ട്. മോനെ, നീ എന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും അല്ല. നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ മരിക്കുന്നത് വരെയും എൻ്റെ പൊന്നു മോൻ നീ തന്നെയാണെന്ന് പറയുമ്പോൾ അവനും സങ്കടം വരുന്നുണ്ടായിരുന്നു, അവൻ്റെ അച്ഛനും അതിലേറെ സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് വാക്കുകൾ കൊണ്ട് അവൻ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സങ്കടം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഹാനിന് ഇതൊക്കെ കേൾക്കുമ്പോൾ അവനോട് എന്ത് പറയണമെന്നറിയാതെ അവളും പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. പീറ്റർ അവൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം, നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തു പോകാനായിട്ട് പറഞ്ഞിട്ട് ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ മുഴുവനും ഇത്രയും നാളും തൻ്റെ അച്ഛൻ തൻ്റെ പൊന്നു പോലെയായിരുന്നു നോക്കിയിരുന്നത്. സ്വന്തം മകനല്ലാന്ന് അറിഞ്ഞിട്ടും അയാൾ എന്നെ ഇതുവരെയും വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ ഞാനോ എൻ്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, എപ്പോഴും കരയിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി എൻ്റെ അച്ഛനെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല. അതിന് ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആരോടും പറയാതെ അവൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ ഹീറോയിനും പീറ്ററിൻ്റെ അച്ഛനുമാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. റൂമിലേക്ക് പോകുമ്പോൾ പീറ്ററിന് അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലായിടത്തും, അതായത് അവൻ പോകാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും തന്നെ പീറ്ററിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പീറ്ററിൻ്റെ അച്ഛൻ നേരെ പോകുന്നത് പീറ്ററിൻ്റെ അമ്മേനെ അടക്കിയ സ്ഥലത്തായിരുന്നു. അവിടെ പോയിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകനെ വേണം. എനിക്കിപ്പോൾ അറിയാം ഇത്രയും വർഷം നീ എന്നെ ചതിക്കുമായിരുന്നു. പക്ഷേ നീ എന്നാണോ പീറ്ററിനെ പ്രസവിച്ചത് അന്നു മുതൽ നീ നിമിഷം വരെയും ഞാൻ അവനെൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയല്ലേ കണ്ടത്. അതുകൊണ്ട് അവൻ എവിടെയായിരുന്നാലും എത്രയും പെട്ടെന്ന് നീയായിട്ട് തന്നെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. പീറ്ററിൻ്റെ ഫ്രണ്ട്സും അവൻ്റെ അച്ഛൻ്റെ ആൾക്കാരും ചേർന്ന് എല്ലായിടത്തും പീറ്ററിനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നേ ദിവസം രാത്രി ഹാനിനാണെങ്കിൽ അവൻ എവിടെയാണ് പോയതെന്ന് അറിയാതെ ഒരുപാട് സങ്കടം വന്നിട്ട് അവൻ ഒരുപാട് തവണ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പീറ്റർ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് കാണിക്കുന്നത്. അവനൊരു ബാറിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെയും ഹാൻ്റെ കോൾ വരുന്നുണ്ട്, പക്ഷേ ഇവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ കോൾ എടുത്തിട്ട്, എടി കിറുക്കി, ഞാൻ കോൾ എടുക്കാതിരിക്കുമ്പോൾ നിനക്കറിയില്ലേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്, പിന്നെ എന്തിനാ പിന്നെയും വിളിക്കുന്ന പറഞ്ഞ് അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൻ പിന്നെ ഒരുപാട് മദ്യപിച്ചിട്ട് ആടി അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ ഇങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവരോടൊന്ന് സോറി പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഇരുന്നത് ഗുണ്ടകൾ എന്താണെന്ന് തോന്നുന്നു. അവർക്കാണെങ്കിൽ ഇവൻ സോറി പറയാതെ പോയപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് പുറത്ത് വന്ന് പീറ്ററിനെ ഒരുപാട് അടിക്കുന്നുണ്ടായിരുന്നു. ഹാനാണെങ്കിൽ എങ്ങനെയോ അവൻ കോൾ എടുത്തല്ലോ. അങ്ങനെ അവൻ എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞിട്ട് നേരെ അവിടേക്ക് വരുമ്പോൾ പീറ്ററിനെ എല്ലാവരും കൂടി ചേർന്ന് അടിക്കുന്നതാണ് ഇവള് കാണുന്നത്. ഉടനെ ഇവള് ഓടിപ്പോയിട്ട് അവൻ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. പീറ്റർ, നീ ഇപ്പോൾ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു കുഴപ്പമില്ല, നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്, എനിക്ക് ഇവിടെ നീ ഒരു സമാധാനം തരത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പീറ്റർ, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്കറിയാം നിൻ്റെ അവസ്ഥ, പക്ഷേ പ്ലീസ് നീ വീട്ടിലേക്ക് വാ, അച്ഛൻ നിന്നെ കാണാതെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നീ ഇപ്പം ഇതറിഞ്ഞ് എന്തുമാത്രം വിഷമിക്കുന്നു അതുപോലെ അച്ഛനും ഒരുപാട് സങ്കടമുണ്ട്. അത് മാത്രമല്ല ഇപ്പം നീ വീട് വിട്ട് ഇറങ്ങിപ്പോയത് ഒരിക്കലും നല്ല കാര്യമല്ല. പ്ലീസ് പീറ്റർ, നീ വീട്ടിലേക്ക് വാ. ഞാൻ കാരണമാണ് നീ അവിടേക്ക് വരാത്തതെങ്കിൽ ഞാനിനി ആ വീട്ടിൽ താമസിക്കുന്നില്ല. നീ പറയുന്നത് കേൾക്ക്, അച്ഛൻ്റെ സങ്കടം ഇനി എനിക്ക് കാണാനായിട്ട് വയ്യ, നീ വാ പ്ലീസ് പ്ലീസ് എന്ന് പറയുമ്പോൾ,
നിനക്കെങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നത്? ഞാൻ എങ്ങനെയാണ് വീട്ടിൽ കയറി വരണമെന്നാണ് നിങ്ങളൊക്കെ ഈ പറയുന്നത്? എന്നെക്കൊണ്ടത് പറ്റത്തില്ല. ഇത്രയും വർഷവും ഞാൻ അയാളുടെ മകനാണെന്നുള്ള അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനിതൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് പറ്റുന്നില്ല അച്ഛനെ ഫേസ് ചെയ്യാനായിട്ട്. ഞാൻ അയാൾ എന്തോരം പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അച്ഛൻ മാപ്പ് തരാതെ ആ വീട്ടിൽ ഞാൻ എങ്ങനെ വന്ന് കയറാനാണ്? അച്ഛൻ്റെ മകനായിട്ട് ജീവിക്കാനുള്ള ഒരു അർഹതയും എനിക്കില്ലയെന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് കരയുന്നുണ്ട്. പീറ്റർ, പറയുന്നത് കേൾക്ക്. പ്രശ്നത്തിൽ നിന്ന് നീ പ്രശ്നത്തിലേക്കാണ് ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത്. എന്തായാലും കാര്യങ്ങളെല്ലാം രണ്ടുപേരും അറിഞ്ഞു. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളെല്ലാം പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത്? നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ അത്. അദ്ദേഹവും നിന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് വാ, നീ വീട്ടിലേക്ക് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. ഒരു കുന്നുണ്ടെങ്കിൽ ഒരിറക്കം ഉണ്ടെന്നല്ലേ പറയുന്നത്? അപ്പോൾ ഇപ്പം നിൻ്റെ ലൈഫിൽ ഇത്രയും വിഷമങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്തൊരു സന്തോഷത്തിൽ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം നീ പറഞ്ഞ ശരി തന്നെയാണ്. ഇത്രയും നാളും അച്ഛൻ പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, നീ എൻ്റെ അനിയത്തിയാണെന്നുള്ളത്. എന്തായാലും ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മകനെല്ലാം അറിഞ്ഞതോടുകൂടെ അതിലൊരെനിക്കൊരു സന്തോഷമുണ്ട്. അതെന്തിനാ ഞാൻ നിൻ്റെ അനിയത്തിയല്ലാന്ന് കേട്ടപ്പോൾ നിനക്ക് ഇത്രയധികം സന്തോഷം വന്നെന്ന് ചോദിക്കുമ്പോൾ നിനക്കത് ഇതുവരെ മനസ്സിലായില്ലല്ലേ? അതെന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഐ ലവ് യു എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹാനിന് ഏതോ മായാലോകത്ത് നിൽക്കുന്ന പോലെയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. നീ ഇതെന്താ ഈ പറയുന്നത്? എന്താ നിനക്ക് ചെവി കേൾക്കാനായിട്ട് പാടില്ലേ? ഞാൻ പറഞ്ഞു തന്നെ സത്യം. ഇത്രയും നാളും ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. നീ എൻ്റെ അനിയത്തിയാണെന്ന് അച്ഛൻ പറഞ്ഞതിന് ശേഷം എനിക്കത് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മകനെല്ലാം അറിഞ്ഞതോടുകൂടെ ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നിന്നെ എൻ്റെ അനിയത്തിയായിട്ട് ഈ ജന്മമൊന്നല്ല, ഇനി എത്ര ജന്മം ജനിച്ചാലും എനിക്കങ്ങനെ കാണാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഹാനാണെങ്കിൽ പെട്ടെന്നൊരു നിമിഷം ഇവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഇവൻ പോകുന്ന ഇവൾ കാണുന്നത്. ഇവൾ ഓടിപ്പോയിട്ട് പുറകിൽ പോയി അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പീറ്റർ, ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നീ നമ്മളിൽ നിന്ന് ഓടി ഒളിച്ച് എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കിയല്ലേ ജീവിച്ചത്. ഇനി അങ്ങനെ വേണ്ട. നിനക്ക് ഞാനുണ്ട്, അച്ഛനുണ്ട്. നീ വീട്ടിലേക്ക് വാ പീറ്റർ, പ്ലീസ്. ഞാൻ പറയുന്നത് കേൾക്ക്. നിൻ്റെ കാല് പിടിക്കാമെന്ന് പറയുമ്പോൾ നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഞാൻ വരാം വീട്ടിലേക്ക്. പക്ഷേ പെട്ടെന്ന് എനിക്ക് വരാനായിട്ട് പറ്റില്ല. കുറച്ച് ദിവസം ആരുടെയും കണ്ണിൽ പെടാതെ ഞാനൊന്ന് ഒറ്റയ്ക്ക് താമസിച്ചോട്ടെ. എൻ്റെ മനസ്സ് എപ്പോഴാണോ വീട്ടിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നത് അപ്പം ഞാൻ അവിടേക്ക് വരും. അതിന് വേണ്ടിയിട്ട് ആരും എന്നെ നിർബന്ധിക്കേണ്ട. വീട്ടിലേക്ക് വരാനായിട്ട് ആരും എന്നോട് പറയണമെന്നുമില്ല. പ്ലീസ്, ഞാൻ വീട്ടിലേക്ക് വരാം. നീ വീട്ടിലേക്ക് പോ. കുറച്ച് ദിവസം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പീറ്റർ, നീ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെങ്കിൽ എന്നോട് പറ. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ അവിടെ വന്ന് നിന്നെ കാണാലോ. അത് മാത്രമല്ല, നീ എവിടെയാണെന്ന് അറിയാതെ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പ്ലീസ് പീറ്റർ എന്ന് പറയുമ്പോൾ അവൻ അവളെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അവൻ്റെ അമ്മയുടെ ഒരു പഴയ വീടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു ഇവർ പോകുന്ന സമയത്ത്. ഹീറോയിൻ ആണെങ്കിൽ ഈ കുഞ്ഞു കുട്ടികൾ നടക്കുന്ന പോലെ പീച്ചറിൻ്റെ പുറകിൽ ആ ടീഷർട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതെ, ഇവിടെ പ്രേതവും പിശാചും ഒന്നുമില്ല. ദേവി ഇതാ കയ്യൊന്ന് എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, നീ നടക്ക്, ഞാൻ പുറകിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ അവിടെയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല. അകത്തേക്കുള്ള റൂമൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. അയ്യോ, ഇനി എൻ്റെ കുഞ്ഞുമാവയ്ക്ക് ഇനിയെങ്കിലും കൈ എടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ടീഷർട്ടിലെ പിടി വിടുന്നുണ്ട്. പക്ഷെ അവൾക്ക് ആ വീട് മുഴുവനും കാണുമ്പോഴത്തേക്കും വല്ലാണ്ടാകുന്നുണ്ട്. നീ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ താമസിക്കാനാണ്? നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ നിൻ്റെ ഒപ്പം ഈ വീട്ടിൽ നിന്നോട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേണ്ട, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ കുറച്ച് ദിവസം എനിക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് മോള് പോയി മോളുടെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് അവിടെ നിന്ന് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ ആവശ്യം നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തായാലും അവൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഹീറോ അതിനുശേഷം നേരെ സോഫയിലേക്ക് വന്ന് കിടക്കുമ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവനിങ്ങനെ ആലോചിച്ചിട്ട് എപ്പോഴോ ഉറങ്ങി പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഇവിടെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവൻ എവിടെയാണെന്ന് അറിയാതെ എല്ലാവരെയും കോൾ ചെയ്യുന്നുണ്ട്, അവനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആ സമയത്ത് അലൻ ഒരു വീഡിയോ ഏതൊരു ഫ്രണ്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്. തലേ ദിവസം നമ്മുടെ ഹീറോയിനെ ആ ഗുണ്ടകളെല്ലാവരും കൂടെ ചേർന്ന് അടിക്കുന്നതും ഹീറോയിൻ വന്ന് രക്ഷിക്കുന്നതും അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. പക്ഷേ ആ വീഡിയോ അവൻ കാണുന്ന സമയത്ത് അവൻ എന്തോ ഒരു സന്തോഷമായിരുന്നു, എന്തോ ഒരു വില്ലനെ പോലെ ചിരിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഒരു വീഡിയോ കണ്ട കാര്യം അവിടെ ഉണ്ടായിരുന്ന പ്രിയയോടോ മറ്റു ഫ്രണ്ടിനോടോ ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. ഇവനിനി എന്ത് വില്ലത്തരമാണ് കയ്യിൽ വെച്ചേക്കെന്ന് അറിയത്തില്ല. അതെന്താണെന്നുള്ളത് പോകാൻ അറിയാം. ഇവിടെ ഹാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് പീറ്ററിന് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് നേരെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവൻ ഇതുവരെ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. സോഫയിൽ കിടന്ന് സുഖം ഉറക്കമായിരുന്നു. ഇവൾ കുറേ സമയം ഇവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് പീറ്റർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവളെ കണ്ട് പേടിച്ചിട്ട് അയ്യോ ഭൂതം എന്ന് കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. എടാ പൊട്ട, ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? നിനക്ക് വട്ട് പിടിച്ചോന്ന് പറഞ്ഞ് ഇവൾ ചോദിക്കുന്നുണ്ട്. എടി, ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ വന്നിരിക്കുമോ? ഞാൻ പേടിച്ചു പോയെന്ന് പറയുന്നുണ്ട്. അപ്പം നീ വെറുതെ ആണല്ലേ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മസിലും പെരിക്കും നടക്കുന്നത്. പോയി കുളിച്ചിട്ട് വാ, നിനക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ എന്തായാലും പോയി കുളിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോയി കുളിച്ചാലോ, നിൻ്റെ കൈയൊക്കെ വയ്യാണ്ടിരിക്കുമല്ലേ, ഞാനത് കെട്ടി വിട്ട് തരാമെന്ന് പറയുന്നുണ്ട്. നീ ടീഷർട്ട് ഊരാനായിട്ട് പറയുമ്പോൾ ടീഷർട്ട് ഊരാനോ, അതൊന്നും പറ്റത്തില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും? നീ ടീഷർട്ട് ഊരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇവരിങ്ങനെ
കൈയൊക്കെ പിടിച്ച് വലിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ച് രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരിങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് രണ്ടുപേരും ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കുമല്ലോ. അങ്ങനെ ഇവർ ഒരു നിമിഷം കണ്ണ് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബോധം വന്നിട്ട് മാറിയിരുന്നിട്ട് ഇനി എന്തായാലും ഇവിടെ നിന്ന് ശരിയാകത്തില്ല, പോയി കുളിക്കുന്ന നല്ലെന്ന് പറഞ്ഞിട്ട് പീറ്റർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴും ഹാൻ വിടുന്നുണ്ടായിരുന്നില്ല. നീ ഇങ്ങനെ പോയി എങ്ങനെ കുളിക്കാനാണ്? വാ, ഞാൻ നിനക്കത് കെട്ടിവിട്ട് തരാം. നിൽക്കുന്നൊക്കെ പറയുമ്പോൾ നിനക്കിപ്പോൾ എന്താ ആവശ്യം? ഞാനിത് ഊരി തരണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ടീഷർട്ട് അങ്ങ് ഊരുന്നുണ്ടായിരുന്നു. അവൻ്റെ ബോഡി അവൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അവൾക്ക് എന്തോ പോലെ ആകുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ ഒന്നും സംസാരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പീറ്റർ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് നടന്ന് വരുന്നുണ്ടായിരുന്നു. ഹാനാണെങ്കിൽ ഇത് കണ്ടിട്ട് ബോധപ്പോയൊരവസ്ഥയായിരുന്നു. അവൾ പുറകിലിങ്ങനെ നടന്ന് പോയിട്ട് സോഫയിലേക്ക് പോയി വീഴുന്നുണ്ട്. പീറ്റർ നേരെ അവളുടെ അടുത്തേക്ക് പോയിട്ട് എന്ത് പറ്റി, നീ എന്താ കൈ കെട്ടി വിടുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. നീ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് അവളും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പോയി കുളിക്കാമെന്ന് പറഞ്ഞിട്ട് പീറ്റർ നേരെ പോകുന്നുണ്ട്. ബാത്റൂമിലേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും നേരത്തെ തന്നെ ഇവന് വിടാനുള്ള ഡ്രസ്സെല്ലാം അവളെ നീറ്റായിട്ട് അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, കുളിക്കുന്ന സമയത്ത് കൈ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സൂത്രം കൂടെ അവിടെ ചെയ്ത് വെക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ തനിക്ക് വേണ്ടിയിട്ട് അവൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവൻ ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പീറ്റർ തല തുടച്ചുകൊണ്ട് വരുന്ന ടൈമിൽ ഹാൻ ആ ടവല് മേടിച്ചിട്ട് പീറ്ററിന് തല തുടച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം പീറ്റർ ചോദിക്കുന്നുണ്ട്, കൊള്ളാലോ, നീ ഇപ്പം എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെയാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ കാരണമല്ലേ നിനക്കന്ന് ആക്സിഡൻറ്റ് ഉണ്ടായത്. അന്ന് ഞാൻ നിന്നെ കാണാനായിട്ട് അവിടേക്ക് വരാണ്ടിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വരത്തില്ല. അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അതിൽ പിന്നെ ഞാനൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. എൻ്റെ മനസ്സിലൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അത് മാത്രമല്ല, എനിക്ക് ഒരേ ഒരു കാര്യം കൂടെ പറയാനായിട്ടുള്ളൂ. ഇപ്പോൾ നീ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ എന്നെ നീ അവോയ്ഡ് ചെയ്യരുത്. എല്ലാ കാര്യത്തിനും നിൻ്റെ കൂടെ എന്നെ നിർത്തണമെന്ന് പറയുമ്പോൾ അവൻ തിരിഞ്ഞിരുന്ന് പറയുന്നുണ്ട്, നിന്നെ അല്ലാതെ ഞാൻ പിന്നെ ആരെ എൻ്റെ കൂടെ നിർത്താനെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. അതിനുശേഷം ഈ കൊച്ചു കുട്ടികളെ ഇങ്ങനെ ഒരുക്കുന്ന പോലെ കണ്ണാടിയിലൊക്കെ പിടിച്ചിരുത്തിട്ട് തലമുടിയൊക്കെ കോതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ കൊണ്ടുവന്ന ഫുഡെല്ലാം അവന് വിളമ്പി കൊടുത്തിട്ട് അവനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാൻ അവനിങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ പെട്ടെന്ന് അലൻ അവളെ കോൾ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ പീറ്റർ നല്ല ദേഷ്യം വരുന്നുണ്ട്. നല്ലൊരു സമയത്ത് ഈ പ്രാന്തനൊക്കെ എന്തിനാണ് അവൻ വിളിക്കുന്നത് പറഞ്ഞിട്ട് മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വിളിച്ചിട്ട്, ഹാൻ നീ ഇപ്പോൾ എവിടെയാണ്? എനിക്കിതിന് അർജൻറ്റായിട്ടൊന്ന് കാണണം, നീ എന്നെ കഫേയിലേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനിതാ എത്തിയെന്ന് പറഞ്ഞിട്ടുള്ള കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പീറ്റർ, എനിക്ക് അർജൻറ്റ് ഒരു ആവശ്യത്തിന് പോകണം, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനും പിന്നെ അതിന് മറുത്തൊന്നും പറയുന്നില്ല. പക്ഷെ അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഹാൻ നേരം അവൻ്റെ കഫേയിലേക്ക് പോകുമ്പോൾ തലേ ദിവസം പീറ്ററിന് അടിക്കുന്ന ഒരു വീഡിയോ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഹാന് കാണിച്ചു കൊടുത്തിട്ട്, പീറ്റർ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നീ എന്താ അത് ആരോടും പറയാതിരിക്കുന്നത് ചോദിക്കുമ്പോൾ, അത് വേറൊന്നും കൊണ്ടല്ല, പീറ്റർ തന്നെ എന്നോട് പറഞ്ഞത് തൽക്കാലം ആരോടും പറയരുതെന്ന്, അല്ലാതെ നീ എന്നെക്കുറിച്ച് മോശമായിട്ടൊന്നും ചിന്തിക്കരുത്. ഞാൻ നിങ്ങളോട് പോലും ഷെയർ ചെയ്യാതിരുന്നത് അവൻ എന്നോട് പറഞ്ഞിട്ടാ. അതിന് നീ സോറി ഒന്നും പറയണ്ട, ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങളും ഒരുപാട് ടെൻഷൻ അടിച്ചു പീറ്റർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാതെ. സാരമില്ല, ഞാൻ നിനക്ക് ഫുഡ് ഉണ്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പുറകിലേക്ക് പോയിട്ട് ഇവളെ നോക്കിയിട്ട് വല്ലാണ്ടൊരു ചിരിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ വീഡിയോ പീറ്ററിൻ്റെ അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നു. പീറ്ററിൻ്റെ അച്ഛൻ പെട്ടെന്ന് ഹാനിനെ കോൾ ചെയ്യുമ്പോൾ, അങ്കിൾ, പീറ്റർ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് എനിക്കറിയാം, അങ്കിൾ പേടിക്കേണ്ട, അവനിപ്പോൾ ഓക്കെയാണ്, അവൻ സമയമാകുമ്പോൾ വീട്ടിലേക്ക് താനേ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വീട്ടിലിരിക്കുന്ന പീറ്ററിനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നത് കൊണ്ട് തന്നെ അവന് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. അവനെ അങ്ങനെ എന്തെങ്കിലും ബുക്സ് എടുത്ത് വായിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ അരിച്ചു പറക്കുമ്പോൾ ഒരു ഡയറി അവന് കിട്ടുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് വേറെ ആരുടെയല്ല, അവൻ്റെ അമ്മയുടെ ഡയറി ആയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പേജ് തുറക്കുമ്പോൾ തന്നെ അവൻ ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ ഡയറിയിൽ എഴുതിയ ഓരോ കാര്യങ്ങൾ അവൻ വായിക്കുന്നുണ്ട്. ആ ഡയറി ശരിക്കും അവൻ്റെ അമ്മ അവന് വേണ്ടിയിട്ട് തന്നെ എഴുതിയ ഡയറി ആയിരുന്നു. അതിൽ ഓരോ വാക്കുകൾ വായിക്കുന്ന സമയത്തും പീറ്ററിൻ്റെ മനസ്സ് ഉരുകുന്ന പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. മോനെ, നീ അമ്മയെ ഒരിക്കലും വെറുക്കരുത്. അമ്മ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ അമ്മ എന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മയുടെ അന്നത്തെ സാഹചര്യം അതായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് വേറൊരാളെ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നത്. പക്ഷെ നിൻ്റെ അച്ഛൻ അതൊരു പാവമാണ്. അയാളെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. നീ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ജീവനാണ്. മോനി ഡയറി വായിക്കുന്ന സമയത്ത് അമ്മ ഒരിക്കലും വെറുത്തു പോകരുത്. ഒരു പക്ഷേ നീ ഡയറി വായിക്കുമ്പോൾ അമ്മ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടായിരിക്കില്ല. എന്നാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഡയറി അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വായിക്കുന്ന സമയത്ത് പീറ്റർ ആണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിലെ സങ്കടങ്ങളോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ടൊന്ന് കരയുന്ന സമയത്ത് അവിടേക്ക് ഹാൻ വരുന്നുണ്ട്. വന്നിട്ട് ഇവൻ കരയുന്നത് കാണുമ്പോൾ അവൾ ഇവനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പീറ്റർ, നീ വിഷമിക്കാതെ, നിനക്ക് വേണ്ടിയിട്ട് ഞാനുണ്ട്. ഈ ലോകത്ത് നിനക്ക് എന്ത് സംഭവിച്ചിരുന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ടാവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇവൾ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതവന് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹാനും അറിയായിരുന്നു അവൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ തൻ്റെ സാന്നിധ്യം അവനും കൂടിയേ തീരുള്ളൂന്ന്. അതുകൊണ്ട് തന്നെ അവളും അതിനെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ആ കിസ്സിങ് അങ്ങനെ പീറ്റർ ആണെങ്കിൽ ഇവളെ നേരെ എടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടക്കുന്നുണ്ട്. അങ്ങനെ കിസ്സിങ്ങിൽ തുടങ്ങിയിട്ട് അവർ തമ്മിലുള്ള ബെഡ് റിലേഷനും അവിടെ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ
അവർ പരസ്പരം കിസ് ചെയ്തുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇതേ സമയം ഇവിടെയാണെങ്കിൽ പീറ്റർ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് അലൻ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. പ്രിയയോടും പീറ്ററിൻ്റെ അച്ഛനോടും എല്ലാവരോടും. പീറ്ററിൻ്റെ അച്ഛനാണെങ്കിൽ അവരുടെ ആൾക്കാരെല്ലാവരും വിളിച്ചിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവരിവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ പീറ്റർ ഹാനോട് പറയുന്നുണ്ട്, ഡീ എനിക്കിതിന് ഒരിക്കലും മിസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു റിലേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിനി വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം. നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ നെറ്റിയിൽ അവനിങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടുപേര് കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടേക്ക് അച്ഛൻ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് നേരെ ഇവരുടെ റൂമിലേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ കിടക്കുന്ന ഇയാൾ കാണുന്നുണ്ട്. അയാൾക്കത് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങളിത് എന്താ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ തന്നെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പീറ്ററും ഹാനും പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പീറ്ററിനും ഹാനും അവരുടെ അച്ഛനെ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ പീറ്റർ അവളുടെ കൈ വിടുന്നേ ഉണ്ടായിരുന്നില്ല, മുറുക്കി പിടിച്ചേക്കുമായിരുന്നു. അവൾക്കാണെങ്കിൽ അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് തോന്നാതെ കൈ വിടാനായിട്ട് നോക്കുന്ന സമയത്തും പീറ്റർ അവളെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ പ്രിയ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പീറ്റർ അവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് നിങ്ങളുടെ മകളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ അവളെനിക്ക് കല്യാണം കഴിച്ച് തരണമെന്ന് പറയുമ്പോൾ നീ ഇതെന്താ ഈ പറയുന്നത്? അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ ഞാൻ അച്ഛൻ്റെ മോനല്ല. അത് അച്ഛനും അറിയാം, എനിക്കും അറിയാം. പിന്നെ എന്താ പ്രശ്നം? ഇവളെനിക്ക് കല്യാണം കഴിച്ച് തരാനായിട്ട്? മോനെ, ഈ ലോകം എന്ത് പറയും? നീ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ പ്ലീസ്, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഇനി ആരുടെയാ ഇഷ്ടം നോക്കാനായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹാനും പറയുന്നുണ്ട്, പ്ലീസ് അച്ഛാ, എനിക്കിവനെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളല്ലെങ്കിൽ ഞങ്ങളെ പിന്നെ ആര് മനസ്സിലാക്കാനാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്, ഇവരുടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണം. മറ്റാരെക്കാട്ടിലും എനിക്ക് എൻ്റെ മക്കളുടെ സന്തോഷം മാത്രമാണ് വലുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ പ്രിയ ആണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണ ഒരു അവസ്ഥയിലായിരുന്നു. അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇപ്പോഴാണ് അലൻ ശരിക്കും പീറ്ററിനോട് എന്തുകൊണ്ടാണ് ദേഷ്യം തോന്നുന്നത് കാണിക്കുന്നത്. ആക്ച്വലി അലൻ വിചാരിച്ചിരുന്നത് പീറ്ററിനും പ്രിയ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളതായിരുന്നു. ഇപ്പോഴായിരുന്നു അവന് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഇവനാണെങ്കിൽ പ്രിയ ഇഷ്ടമാണല്ലോ. അങ്ങനെ അവിടെ അടുത്തിരുന്നിട്ട്, പ്രിയ നീ ഒരിക്കലും വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. നീ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ അവൻ അവളെ തന്നെയാണ് ഇഷ്ടമെന്നുള്ളത്. നീ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നീ ഇത്രയും വേദനിക്കേണ്ടത് വന്നതെന്ന് പറയുമ്പോൾ അവളത് കേൾക്കാതെ അവിടെ നിന്ന് കരഞ്ഞോട് പോകുന്നുണ്ട്. ഇവിടെ പീറ്ററിൻ്റെ ഹാൻ്റെ കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെഡ്ഡിങ് ഡേ വരുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ വെഡ്ഡിങ് നടക്കുന്ന സ്ഥലമാണെങ്കിലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു രാജകുമാരനെ പോലെ നമ്മുടെ പീറ്റർ നിൽക്കുന്നുണ്ട്. ഹാനിനെ കാണാനും അങ്ങനെ തന്നെയാണ്, ഒരു ദേവതയെ പോലെ ഉണ്ടായിരുന്നു. ഹാൻ അങ്ങനെ അച്ഛൻ്റെ കൈയും പിടിച്ച് നേരെ പീറ്ററിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവരാദ്യമായിട്ട് കാണുന്നത് പോലെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഹാൻ നേരെ പീറ്ററിൻ്റെ അടുത്തേക്ക് പോയി നിന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ കല്യാണം കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞതോടുകൂടി അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. പക്ഷെ പാവം പ്രിയ അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, പീറ്ററിന് ഹാൻ ഇഷ്ടമാണെന്നുള്ളത് ഇവർക്ക് മുന്നേ അറിയായിരുന്നു. ഇവളത് മനസ്സിലാക്കാത്തതുകൊണ്ട് പീറ്ററിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പീറ്ററും ഹാനും ഒരുപാട് സന്തോഷത്തിലാണ്. നമ്മൾ ഒരുപാട് സ്നേഹിച്ചയാളെ വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടെ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണല്ലോ. അങ്ങനെ ആ ഭാഗ്യത്തിന് പുറത്ത് എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പ്രിയയുടെ സങ്കടം കാണുമ്പോൾ അവളെ ആശ്വസിപ്പിച്ച് അലൻ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ ഇപ്പോഴത്തെ ഈ സങ്കടമൊക്കെ മാറ്റാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അലൻ്റെ ഒപ്പം പുറത്ത് കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പീറ്ററും ഹാനും ആണെങ്കിൽ ഹണിമൂൺ ട്രിപ്പിലാണ് കേട്ടോ. അവരങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും കുറേ വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ഹാനിനെ പീറ്റർ കണ്ട സമയത്ത് അവളൊരു കർച്ചീഫ് അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് അവനിങ്ങനെ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ, അപ്പോൾ നീ അന്ന് മുതലേ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിന്നെ ഞാൻ എന്നാണോ കണ്ടുമുട്ടിയത് അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. വഴക്കുകളൊക്കെ കൂടുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം കൂടി വരുമായിരുന്നു. നീ ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റിയിട്ട് എനിക്ക് അപ്പോഴൊന്നും ചിന്തിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ ആദ്യമായിട്ട് അവനോട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് പോയി അവനെ ഹഗ് ചെയ്തിട്ട് കിസ് ചെയ്യുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെങ്കിൽ അത് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.